ഞാൻ പറഞ്ഞത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ. ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരിറങ്ങിയാലും ആ ഭീകരവാദികൾക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ നടപടിയുമായി ഒരു സംശയം വേണ്ട, തൻ്റെടമായി മുമ്പോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വിദ്വേഷ വർത്തമാനം പി സി ജോർജ് നിർത്തുമോ? ജാമ്യം കിട്ടി ഇന്ന് പുറത്തിറങ്ങിയ ജോർജിൽ നിന്ന് അതിനുള്ള സൂചനകളുണ്ടോ? രാജ്യദ്രോഹ ശക്തികൾക്ക് എതിരായ പോരാട്ടം തുടരുമെന്ന വാക്കുകൾ നൽകുന്ന സൂചന എന്താണ്? BJP-ക്കാർ പോലും പറയാൻ മടിക്കുന്ന പരാമർശങ്ങൾ തുടരുമോ ജോർജ്? കോടതി വിചാരണ വേളയിൽ പറഞ്ഞ കടുപ്പിച്ച കാര്യങ്ങൾ പി സി ജോർജിനെ തിരുത്തുമോ, അതോ പി സി പഴയ പി സി ആകുമോ? പ്രൈം ഡിബേറ്റ് ആരംഭിക്കുന്നു. ശ്രീ പണിക്കര്, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, ഒപ്പം ശ്രീ ഷോൺ ജോർജ് എന്നിവർ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ഈ ചർച്ചയുടെ ഭാഗമായി ചേരുന്നു. ലീഗ് നേതാവ് ഷാക്കിറും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ഷോൺ ജോർജ് ടെലിഫോൺ ലൈനുണ്ട്. ഷോണ്, ചാനൽ ചർച്ചയിൽ നടത്തിയ വിദ്വേഷ പരാമർശമാണല്ലോ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോയതും ഏറ്റവും ഒടുവിൽ കോടതിയുടെ കനിവോടെ ഇപ്പം ജാമ്യം നേടി പുറത്തു വന്നതും. ഈ അന്നത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ പരാമർശങ്ങൾ ശരിയാണെന്ന് ഇപ്പോഴും ഷോണിന് തോന്നുന്നുണ്ടോ? അന്നത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞ പരാമർശങ്ങൾ ശരിയല്ലെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. ഇത് ഞാനെടുത്ത് പറയേണ്ട കാര്യമില്ല. പറഞ്ഞ അദ്ദേഹം തന്നെ ആ ചാനൽ ചർച്ചയിൽ ഈ നാടിനെ സ്നേഹിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് എന്റെ പ്രസ്താവന വഴി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിരുപാധികമായ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. രണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം അത് വിഡ്രോ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. ഞാൻ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം അത് പിൻവലിച്ചിട്ട് കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അതിൽ പശ്ചാത്താപം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ഈ സമൂഹത്തിന് ദോഷകരമായ ഒരു മെസ്സേജ് കൊടുത്തു എന്ന് തോന്നിയാൽ അത് വിഡ്രോ ചെയ്യേണ്ട ഒരു പൊളിറ്റീഷ്യന്റെ കടമയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞ ആ ഒന്ന് രണ്ട് വാക്കുകൾ, ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ മുഴുവൻ എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നു. അതൊഴിച്ചാൽ ഈ രാജ്യത്ത് ഞാൻ ജീവിക്കുന്ന ഇരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ എന്റെ നാട്ടിൽ അഹമ്മദാബാദ് സ്ഫോടന കേസിൽ പ്രതികളായ 2 പേര് തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട് എന്റെ നാട്ടിൽ ഇപ്പോ UP ജയിലിൽ കഴിയുന്നുണ്ട്. അല്ല, അങ്ങനെ ഉണ്ടാകും ഷോണ്. ഒരു ചെറിയ വിഭാഗം ആളുകൾ അങ്ങനെ ഉണ്ടാകും. എല്ലാ മതവിഭാഗത്തിലും ഉണ്ടല്ലോ. 10-30 വർഷം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച MLA ആയിരുന്ന നേതാവിന്റെ വായിൽ നിന്നാണ് ഇത്തരം വാക്കുകൾ വന്നത്. അത് കോടതിയും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയക്കാരനായി നിൽക്കാൻ പി സി ജോർജിന് യോഗ്യതയില്ല. അത്ര വലിയ പരാമർശങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും കോടതിയുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതിന് കൃത്യമായ ഒരു മറുപടി എനിക്ക് പറയാനുള്ള സമയം തന്നെ. കാരണം ഇവിടെ ഭരണഘടനയുടെ 3 തൂണുകൾ, 1 ലെജിസ്ലേഷൻ, 2 ജുഡീഷ്യറി, 3 എക്സിക്യൂട്ടീവ്. ഈ 3നും അതിൻ്റെതായ കടമകൾ നിർവഹിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനം കൃത്യമായി പോകുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരിക്കലും കോടതിയല്ല. കാരണം അത് ജുഡീഷ്യറിയുടെ ഭാഗമല്ല, അത് മറ്റൊരു ഭാഗമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ, തീർച്ചയായിട്ടും കോടതിയുടെ പരാമർശങ്ങൾ ഞാൻ കുറ്റം പറയല്ല. ആ പരാമർശം നീക്കാൻ വേണ്ടി സുപ്രീം കോടതിയിൽ നമ്മൾ പോകും, അത് വേറെ കാര്യം. പക്ഷേ കോടതി പരാമർശിച്ചതിനകത്ത് കൃത്യമായി പറഞ്ഞത്, ഒരു 30 വർഷം MLA ആയിരുന്ന ഒരു വ്യക്തി ആരെങ്കിലും പ്രകോപിച്ചാൽ പ്രകോപിതനാകുന്നു എന്നുണ്ടെങ്കിൽ ആ പ്രകോപനം ഒരു രാഷ്ട്രീയക്കാരൻ ആയിരിക്കാൻ അദ്ദേഹത്തിന് യോഗ്യനല്ല. തീർച്ചയായിട്ടും ആ പരാമർശത്തോട് ഞാൻ യോജിക്കുന്നു. തീർച്ചയായിട്ടും അതാണ്. പക്ഷേ ഏതു സാഹചര്യത്തിലാണ് പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തി, ഏതു സാഹചര്യത്തിലാണ് ഇത് പറയുന്നത്? അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞില്ലേ, 33 വർഷം MLA ആയിരുന്നപ്പോൾ അദ്ദേഹം താമസിച്ചതും ജീവിച്ചതും ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടക്കാരനാണ് അദ്ദേഹം എല്ലായിടത്തും പറയാറുള്ളത്. ഞാൻ എവിടുത്തുകാരനാണെന്ന് വെച്ചാൽ പൂഞ്ഞാറുകാരന് പോലുമല്ല, ഞാൻ ഈരാറ്റുപേട്ടക്കാരനാണെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ഈ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർ അടക്കം 5 പേരെ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ 5 പേരാണ് NIA റെയ്ഡിൽ ഇപ്പൊ അകത്ത് കിടക്കുന്നത്. അവിടെ SDP ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ശക്തികൾ ആ നാട്ടിലെ മതസൗഹാർദ്ദം തകർത്തുന്നതിലും, അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ നാട്ടിൽ നടക്കുന്നു എന്ന് കാണിക്കുമ്പോൾ
അദ്ദേഹത്തിനത് തുറന്നു പറയാൻ പിന്നെ ആരും പറയും? നിങ്ങൾ ആരെങ്കിലും പറയുമോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പറയുമോ? അല്ല, അത് ഞാൻ പറഞ്ഞതുപോലെ ഷോണ ഇങ്ങനെ ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പറയാം. അതിനൊരു സമൂഹത്തെ ഒരു മതവിഭാഗത്തെ മുഴുവൻ എത്ര ഗുരുതരമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. പിന്നീട് മാപ്പ് പറഞ്ഞു എന്നതൊക്കെ ശരിയാണ്. അതെ, എല്ലാവരും വർഗീയവാദികളാണ്, ഒരു മുസ്ലിമും വർഗീയവാദിയല്ല, ലോകത്തില്ല, പാകിസ്ഥാനിലേക്ക് പോകും എന്നൊക്കെയാണ് ആക്രോശിക്കുന്നത് അദ്ദേഹം ആ ചർച്ചയിൽ. പ്രിയ സുഹൃത്തെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന് ഈ നാടിനെ സ്നേഹിക്കുന്ന, കൃത്യമായി ഇന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കെതിരെയല്ല, ഈ രാജ്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ശക്തികൾക്കെതിരെ ആ നിലപാട് തന്നെ സ്വീകരിക്കും. അതിനെന്താ സംശയം? ആ നിലപാട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ രാജ്യത്തെ സ്നേഹിക്കാത്ത അത് ഏത് സമുദായത്തിൽപ്പെടുന്ന ആളുകളാണെങ്കിലും രാജ്യം വിട്ടു പോകുന്നതാണ് നല്ലത്. അതിനകത്തൊന്നും ഞങ്ങൾക്കൊരു ഒരു പശ്ചാത്താപമില്ല ആ കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞ പോലെ ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്ന എനിക്കും നൂറുകണക്കിന് ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്, നല്ല ഇസ്ലാം സഹോദരങ്ങൾ, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ. അവർക്കത് വേദനിച്ചെങ്കിൽ അത് മാപ്പ് പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ആ മാപ്പാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ മാപ്പ് പറയാൻ പാടില്ല. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനൽ, ഒരു ചാനൽ, മറ്റൊരു ചാനലിന്റെ പേര് പറയാൻ ശരിയാണെന്നിരിക്കുന്നത്, മീഡിയ വൺ ചാനല് പാലായില് അരമനയുടെ പേരിലുണ്ടായിരുന്ന ഒരു വസ്തുവിൽ അവര് കപ്പയ്ക്ക് കളച്ചപ്പോൾ, JCBക്ക് കളച്ചപ്പോൾ അവിടെ ഒരു വിഗ്രഹം കണ്ടെത്തി. ആ വിഗ്രഹം കണ്ടെത്തി അവിടുന്ന് സമീപ പ്രദേശത്തുള്ള അമ്പലത്തിൽ ആളുകൾ വന്നു, അവരത് നോക്കി, അവിടെ ചെറിയ രീതിയിൽ അതിന് പൂജ നടത്തി. അത് കഴിഞ്ഞ് അവര് വളരെ മാന്യമായിട്ട് അരമനയിൽ ചെന്നു, ബിഷപ്പ് ഹൗസിൽ ചെന്ന് അരമനയും ആ അമ്പല കമ്മിറ്റിയും തമ്മിൽ ഒരുമിച്ചിരുന്ന് അവിടെ ചർച്ച ചെയ്തു. അതിന് സമവായം ഉണ്ടാക്കി. ആ പ്രശ്നം അവിടെ പരിഹരിച്ചപ്പോ അവിടെ വലിയ പ്രതിസന്ധിയാണ്. അത് വലിയ പ്രശ്നം, ഇതര സമുദായങ്ങൾക്ക് ഇടയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. ബിഷപ്പ് ഹൗസ് അവിടെ അവരോട് കയറരുതെന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത മീഡിയവിനെ കുറിച്ച് നിങ്ങൾ ചർച്ച നടത്തിയോ? ഇല്ലല്ലോ. എന്താ ചർച്ച നടത്താത്തെ? നിങ്ങളെ ചാനലിന്റെ സ്വഭാവം ഷോൺ അറിയാം. ആ ചാനലിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്താണ് സ്വഭാവം, ആരാണ് അതിന്റെ മാനേജ്മെന്റ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ PC ജോർജിനെ പോലെ വളരെ പണ്ഡിതപ്രജ്ഞനായ ഒരു മണ്ഡലത്തിൽ ഒരു മുന്നണിയുടെയും പിന്തുണ ഇല്ലാതെ ജയിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്ന ഒരു നേതാവാണ് സ്വന്തം പ്രവർത്തികൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ഇപ്പോൾ ആ തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. വലിയൊരു വിഭാഗം അതിർത്തി എതിർക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഇവർ നടത്തുന്ന പ്രവണത എന്താണ്? ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ നിയോജക മണ്ഡലത്തിൽ SDPക്ക് പരമാവധി വോട്ട് 2500 മുതൽ 3000 വോട്ടിൽ താഴെയുള്ളൂ. പക്ഷെ അവർക്ക് 28,000 വോട്ട് അവർക്ക് കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നു? അവർ പറയുന്ന ഒരു വലിയ ഒരു മൂവ്മെന്റ് ഉണ്ട്. എന്താണ്? ഇവിടെ ഏതെങ്കിലും തരത്തിൽ നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് നേരെ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതല്ലേ ഇന്ത്യ മുഴുവൻ ഇവർ നടത്തുന്നത്? അല്ല ഷോണെ, അത് പറയുന്ന രീതിയില്ലേ ഷോൺ? അതിനൊരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിച്ച് കാര്യമുണ്ടോ? അത് പറയണം. ഈ പറഞ്ഞ നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇടയിൽ കൂടി കയറി ചെല്ലാൻ എല്ലാ ആർജവും കഴിവുള്ള ആളായിരുന്നു PC ജോർജ് എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ ജോർജ് അല്ല, പഴയ ജോർജ്. എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന അദ്ദേഹം. ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, ആ സ്റ്റേറ്റ്മെന്റിനെ ഈ ചർച്ചയിൽ ഇരിക്കുന്ന ആരെങ്കിലും ഓൺ ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ പാർട്ടിയുടെ ആരെങ്കിലും അതിനെ സംബന്ധിച്ച് ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് പറഞ്ഞോ? എന്തിനാ അദ്ദേഹം പറഞ്ഞോ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു എന്ന്? സ്വാഭാവികമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന 43 വർഷമായിട്ട് PC ജോർജിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പ്രകോപിച്ച സ്വഭാവമായിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ചത് പറയും. പക്ഷെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരു മടിയില്ല അദ്ദേഹത്തിന്. അത് കൃത്യമായി പിറ്റേ ദിവസം തന്നെ അദ്ദേഹം തിരുത്തി. പക്ഷെ ഇവിടെ എന്താണ്, ഞാനൊരു കാര്യം, PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമോ? ഞാൻ ബാലുശ്ശേരിയുടെ 50 വീഡിയോ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. എന്താ പറയുന്നത്? ഇവിടുത്തെ ഇതര സമുദായങ്ങൾക്കെതിരെ അത്രമാത്രം ചീത്ത പറയുന്നു. ഇവിടെ മദനിക്കെതിരെ 52 കേസുകളാണ് മദനിക്കെതിരെ ഇതേ കേസ് ഫയൽ ചെയ്തത്. എന്നിട്ട് ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആ 52 കേസുകൾ എഴുതിത്തള്ളി. സെയിം കേസ്. അതിനെന്താ കുഴപ്പം? അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല. PC ജോർജ് പറയുമ്പോൾ മാത്രം കുഴപ്പം. ഞാനൊരു 30 വീഡിയോ ഈ ചാനലിന് തന്റെ ഇടം ഉണ്ടെങ്കിൽ ഞാനൊരു 30 വീഡിയോ അയച്ചു തരാം. കേസ് എടുക്കാൻ പറ്റുന്ന 30 വീഡിയോ. മദനിയും പിന്നെ മീഡിയ വൺ ചാനലും ഒക്കെ ആയി നമുക്ക് അങ്ങനെ അവരൊക്കെ എന്ത് നിലപാടെടുക്കുന്നവരാണെന്ന് എനിക്ക് ഷോണിന് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട യാതൊരു സാഹചര്യവുമില്ല. പക്ഷെ നിങ്ങളെങ്കിലും എപ്പോഴെങ്കിലും മദനിക്കെതിരെ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? അല്ല, മദനി ഇപ്പൊ പ്രസക്തനല്ലല്ലോ. നമുക്ക് അങ്ങനെ മീഡിയ വണ്ണെതിരെ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമില്ല ഷോൺ. നമ്മള് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് നേടി ജയിച്ചുകൊണ്ടിരുന്ന ഒരു MLA അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? ബാലുശ്ശേരിക്കെതിരെ നിങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഞാൻ പറയട്ടെ, ഇവിടെ
സംഘടിതമായി നിൽക്കുന്ന ഈ തീവ്രവാദ പ്രശ്നങ്ങളെ ഈ പാർട്ടികളെയും ഈ തീവ്രവാദ സംഘടനകളെയും ഇവിടുത്തെ ചാനലുകൾക്കും ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾക്കും പേടിയാണ്. പി സി ജോർജിന് പേടിയില്ല. അപ്പോൾ ഷോൺ പറഞ്ഞു വരുന്നത് ഇത്തരം നിലപാടുകൾ ഇനിയും തുടരുമെന്ന് തന്നെയാണ് പി സി ജോർജ്. അല്ല, 100% രാജ്യവിരുദ്ധമായ തീവ്രവാദ സംഘടനകൾക്കെതിരെയുള്ള നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അത് എന്റെ പാർട്ടിയുടെ നയമാണ്. ശരി ഷോൺ, വളരെയധികം നന്ദി. ഷോൺ ജോർജ് യാത്രയിലാണ്, അദ്ദേഹം അതിനിടയിലാണ് നമ്മോട് സംസാരിച്ചത്. ഷാക്കിർ, ശ്രീജിത്ത് പണിക്കർ വരുന്നുണ്ട്, CK ഷാക്കിർ ഉണ്ട്, രാഹുൽ ഈശ്വറിനെ പ്രതീക്ഷിക്കുന്നു, ഒപ്പം BJPയുടെ പ്രതിനിധിയായി ശ്രീ അഡ്വക്കേറ്റ് P കൃഷ്ണദാസുമുണ്ട്. ഷാക്കിർ, ഇപ്പോൾ ഷോണിന്റെ വാക്കുകൾ കേട്ടു കാണും. പുറത്തിറങ്ങി, കോടതിയുടെ വിമർശനമുണ്ട്, എല്ലാവിധ പ്രശ്നങ്ങളും തരണം ചെയ്ത് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ നേതാവ് ഇനിയും നിലപാട് മാറ്റില്ല. രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ, ഇത്തരക്കാർക്കെതിരെ പോരാട്ടം തുടരും. ഇത്തരം വാക്കുകൾ ഇനിയും പ്രതീക്ഷിക്കാമെന്നാണ് ഷോൺ വ്യക്തമാക്കുന്നത്. അല്ല, രാജ്യദ്രോഹ ശക്തികൾക്കെതിരെ പോരാട്ടം തുടരണം, അത് നമ്മളൊക്കെ അതേ അഭിപ്രായക്കാരാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അതല്ലല്ലോ. ഇവിടെ രാജ്യസ്നേഹികളായിട്ടുള്ള ധീരദേശാഭിമാനികളുടെ പിന്തലമുറക്കാർ ഇപ്പോഴും രാജ്യത്തോട് ഏറ്റവും കൂറ് കാണിക്കുന്ന ഒരു ജനവിഭാഗത്തെ അധിക്ഷേപിച്ചതാണ്. അവിടെയാണ് പ്രശ്നം, അല്ലാതെ രാജ്യവിരുദ്ധ ശക്തികളോടല്ല. അത് വഴി തിരിച്ചുവിടാൻ നടക്കണ്ട. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കോമഡിയുണ്ട്. ഇപ്പം നമ്മൾ ഈ ചില ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളെ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ കോടതി വിവിധ തലത്തിൽ നോക്കി നിരീക്ഷണം നടത്തി ശിക്ഷിക്കും. ചില ആളുകൾക്ക് കൂടുതൽ ശിക്ഷ കൊടുക്കും. അപ്പോൾ ഏറ്റവും വലിയൊരു കുറ്റവാളി പറയാണ്, മറ്റേ ആൾ ഇന്ന കുറ്റം ചെയ്തില്ലേ, അതുകൊണ്ട് അയാളെ വെറുതെ വിട്ടില്ലേ, എന്നെ വെറുതെ വിട്ടൂടെ, എന്നെ മാത്രം ചർച്ച ചെയ്യണോ, എന്നെ മാത്രം ശിക്ഷിക്കണോ എന്നതുപോലെയാണ് ഈ PC ജോർജിൻ്റെ മകൻ്റെ ഇപ്പോഴത്തെ വാദത്തെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ആരെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയിട്ടാണോ? എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവിടെ ഈ SDPയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം SDP എന്ന് പറയുന്ന അതിന് ആദ്യ രൂപമായി NDF ഉൾപ്പെടെയുള്ള ISS ഉൾപ്പെടെയുള്ള ഇതിനകത്ത് നിന്ന് വന്നിട്ടുള്ള വാദക്കാരോടും RSS ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ തീവ്രവാദികളോടും ഒരേ നിലപാടാണ്. ഞങ്ങൾ രണ്ടുമായി കോംപ്രമൈസ് ഇല്ല. മാത്രവുമല്ല, ഇപ്പം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് അദ്ദേഹം അതിൻ്റെ ഒരുപാട് ഗുണങ്ങളൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ, ഇപ്പം ഈരാറ്റുപേട്ടയിൽ ഇപ്പോൾ ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പ് അവിടുത്തെ ഒരു ത്രിതല പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് SDPIക്ക് 28,000 വോട്ടൊക്കെ കിട്ടിയെന്ന് പരിശോധിക്കുന്ന ഷോൺ ചെയ്യേണ്ടത്, അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ച ഒരു വാർഡിൽ അവർക്ക് കിട്ടിയത് 300 ചില്ലാനം വോട്ടാണ്. SDPIക്ക് കിട്ടിയത് 200 ചില്ലാനം വോട്ടാണ്. അവിടെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന CPM എന്ന് പറയുന്ന ഇടതുപക്ഷ മുന്നണിയുടെ കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് കിട്ടിയത് 69 വോട്ടാണ്. എവിടുന്നാണ് SDPIക്ക് വോട്ട് കിട്ടിയത്? ആരാണ് SDPI വളർത്താൻ ശ്രമിച്ചത്? ഒരു കാലത്തും ഐക്യജനാധിപത്യ മുന്നണിയോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തോടും തീവ്രവാദ ശൈലിയോടും യോജിച്ചിട്ടില്ല, ഇനി യോജിക്കാനും പോകുന്നില്ല. എന്നാൽ PC ജോർജ് അവിടെ ഒരു മാഷിയുടെ കൈ വെട്ടിയപ്പോൾ കൈയല്ല തലയും വെട്ടണം കാലും വെട്ടണം എന്ന് പറഞ്ഞയാളാണ്. അത് അദ്ദേഹം മുസ്ലിമായിട്ടാണോ അല്ലെ അദ്ദേഹം വേറെ എന്തെങ്കിലും ആയിട്ടാണോ? അന്ന് PC ജോർജിന് അങ്ങനെയായിരുന്നു. പിന്നെ PC ജോർജ് SDPIയുടെ സമ്മേളനത്തിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച് നമുക്കറിയാം. അതുപോലെ തന്നെ പിന്നീട് ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞതറിയാം. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകയെക്കുറിച്ച് അശ്ലീലമായി പരാമർശം നടത്തിയതറിയാം. ഇതൊക്കെ പ്രകോപനം ഉണ്ടായിട്ടാണോ? ഞങ്ങൾ PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടിച്ച് അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നുള്ള വാദക്കാരല്ല, ഏതെങ്കിലും വ്യക്തിയെ ഉപദ്രവിക്കണമെന്നല്ല. പക്ഷേ ഈ നിലപാട് നിയമവിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ കാര്യത്തിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ, അതുപോലെ തന്നെ കേരളത്തിലെ ഗവൺമെന്റ്, പോലീസിന് കനത്ത പരാജയം, കനത്ത തോൽവി സംഭവിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്വം അവർ നിർവഹിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ കോടതി അദ്ദേഹത്തിന് ജാമ്യം നൽകാൻ കാരണമായി അദ്ദേഹത്തിന് PC ജോർജിന്റെ വക്കീൽ ഉന്നയിച്ച വാദങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. നമ്മൾ അങ്ങനെ ഏതെങ്കിലും മനുഷ്യന്റെ ആരോഗ്യ പ്രശ്നം ഉയർത്തിക്കാട്ടി വാദം ഉന്നയിക്കുമ്പോൾ അതിനെ തടയിടാനും അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ ആജീവാനന്ദമായി ഉപദ്രവിക്കാനും ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെ ഉത്തരേന്ത്യൻ ശൈലിയിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് വിധ്വംസക പ്രവർത്തനം. ഈ PC പറഞ്ഞ എല്ലാ വാദങ്ങളോടും നമുക്ക് ഒട്ടും യോജിപ്പില്ല. ഇപ്പോൾ ഈ ചർച്ചയിൽ പാനലുള്ള ആരും ഇതുമായി ബന്ധപ്പെട്ട് യോജിക്കുമെന്നും കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം കാലങ്ങളായി ചൂണ്ടിക്കാണിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ഈ തീവ്രവാദം വളർന്നു വരുന്നു, പല കേസുകളിലും ശിക്ഷിക്കപ്പെടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആദ്യഘട്ടം മുതൽ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗം വാദിക്കുന്നത്. അതിനൊപ്പം നിൽക്കാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഇത്തരക്കാർക്കെതിരെ സംസാരിക്കാൻ ആരും തയ്യാറാകാതിരുന്നപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു. തുടർന്ന് ഒരു വിഭാഗം ഒരുമിക്കുന്നു, അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അങ്ങനെ അദ്ദേഹം അവർക്ക് വിരുദ്ധനാകുന്നു. അങ്ങനെ സംഭവിച്ചു എന്ന വാദം കൂടി മുന്നോട്ട് വെക്കുകയാണ് ആ വിഭാഗം.
അത് പിന്നെ ശുദ്ധ എന്താ പറയുക വസ്തുതാ വിരുദ്ധമാണ് എന്ന് നിങ്ങൾക്കും നമുക്കും ഇത് കേൾക്കുന്ന ആളുകൾക്ക് അറിഞ്ഞൂടെ? PC ജോർജിന് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞില്ലേ, അദ്ദേഹം ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെ മാത്രമല്ല, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത, അദ്ദേഹത്തിൻ്റെ പിന്നെ വാദങ്ങളോട് യോജിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഏതാണോ പ്ലാറ്റ്ഫോം കിട്ടുന്നത് ആ പ്ലാറ്റ്ഫോമിൽ പോയി ഉപദ്രവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം 30 കൊല്ലം MLA ആയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് പറയാമെന്നുണ്ടോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു പരാമർശമുണ്ട്, അതിവിടെ തിരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം നേരത്തെ ഷോൺ ജോർജ് പറഞ്ഞു മീഡിയ വൺ ചർച്ചക്കെടുത്ത വിഷയം. മറ്റൊരു ചാനലിനെ കുറിച്ച് ഞാൻ പറയുന്നത്, ഞാൻ അതിന്റെ വക്താവല്ല. പക്ഷേ ഒരു ചാനൽ ഇപ്പം നിങ്ങൾക്ക് ഏത് വിഷയം ഓൺ ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടമാണ്, എഡിറ്റോറിയൽ ഇഷ്ടമാണ്. അത് ചർച്ച ചെയ്ത് അതിന്റെ പ്രേക്ഷകർ ശരിയും തെറ്റും തീരുമാനിക്കട്ടെ. അതുപോലെ സമൂഹത്തിനത് ഗുണകരമായി മാറട്ടെ, തെറ്റുകൾ തിരുത്തപ്പെടട്ടെ. ഇവിടെ നിങ്ങൾ നോക്ക്, ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് ഷോൺ ജോർജ് മാധ്യമപ്രവർത്തകരോട് വൈകുന്നേരം പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപ്പന് നല്ല ചികിത്സ കിട്ടി, ഒരുപാട് കാലത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ എന്താ പറയുക പ്രധാനപ്പെട്ട രോഗങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റി, വലിയ സൗകര്യങ്ങൾ ലഭിച്ചു. എപ്പോൾ? റിമാൻഡിലുള്ളൊരു മനുഷ്യൻ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലെ പിന്നെ ഇത്തരം സെല്ലുകളിൽ ഇത്തരം വാർഡുകൾ അയച്ചപ്പോഴാണ് പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയന്റെ സർക്കാരും PC ജോർജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ സൗകര്യം ചെയ്തു കൊടുത്തത്. നമ്മൾ അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. ഒരു കുറ്റവാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിചരിക്കണം, മരുന്ന് കൊടുക്കണം, ഒക്കെ ചെയ്യണം. പകരം എന്താണ് ചെയ്തത്? സുഖചികിത്സയാണ് പിണറായി വിജയൻ കൊടുത്തിട്ടുള്ളത്. അതിവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ കോടതി നടത്തിയ പരാമർശങ്ങൾ അതീവ ഗൗരവതരമാണ്. ഞാൻ ഷോണിനോട് ചോദിച്ചതുപോലെ ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയതാവിനുമായി ബന്ധപ്പെട്ട കേസിലും ഇത്തരം പരാമർശങ്ങൾ, അതായത് രാഷ്ട്രീയത്തിൽ തുടരാനേ അർഹതയില്ല എന്നാണ് കോടതി പറയുന്നത്. പെട്ടെന്ന് വശംവദനാകുന്ന, സ്വാധീനങ്ങൾക്ക് വശംവദനാകുന്ന നേതാവ്, അത് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ റോൾ മോഡലാകേണ്ട രാഷ്ട്രീയതാക്കളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത് എന്ന് കോടതി ഏറെ അസംതൃപ്തിയോടെ കാണുന്ന പശ്ചാത്തലമാണ്. ആ PC ജോർജാണ് പുറത്തിറങ്ങി വീണ്ടും പറയുകയാണ് തൻ്റെ പോരാട്ടം തുടരും. ഇനിയും പ്രതീക്ഷിക്കണോ PC ജോർജിൽ നിന്ന്? കൃഷ്ണദാസ് എന്നോടാണോ? അതെ, കൃഷ്ണദാസ്. ഓക്കെ. ശ്രീ PC ജോർജ് നേരത്തെ അദ്ദേഹം കേരളത്തിലെ സമ്പന്നതരായിട്ടുള്ള MLA ആയിരുന്നു. അദ്ദേഹം ജയിച്ചു വന്ന മണ്ഡലത്തിൻ്റെ സാഹചര്യത്തെ സംബന്ധിച്ചും ആ കാലഘട്ടത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ചും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്കെല്ലാം അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം എടുത്തിരുന്ന നിലപാടുകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടോ ചില വിഷയങ്ങൾ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളീയ സമൂഹത്തോട് തുറന്നു പറയുന്നു. പ്രത്യേകിച്ച് സമൂഹം ചർച്ച ചെയ്യുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളിലും അദ്ദേഹം ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ആ നിലപാടുകൾ സ്വീകരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും അദ്ദേഹത്തിനുണ്ട്. ആ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കുമുണ്ട്. പക്ഷേ അതിനർത്ഥം അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകൾ അത് ഈ രാജ്യത്തെ തീവ്രവാദത്തിനെതിരായിട്ടാണെങ്കിലും മതതീവ്രവാദത്തിനെതിരായിട്ടാണെങ്കിലും അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളുമൊക്കെ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിക്കനുസരിച്ച് ചില സമയങ്ങളിൽ അദ്ദേഹം ശക്തമായി പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ നാട്ടിൻപുറത്തുകാരുടെ ഭാഷയ്ക്കൊപ്പം അദ്ദേഹം ചേർന്ന് പറയുന്നു എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിനെ ഒരു വിമർശനാത്മകമായി കണ്ടുകൊണ്ട് അതിൻ്റെ നടപടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പോകാം. അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടുകൾ ആ ചെയ്യുന്ന ആളുകളും ആ നടപടി എടുക്കുന്ന ആളുകളും എല്ലാവരോടും സ്വീകരിക്കണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എല്ലാവരെയും എതിർക്കുന്നതാണ്, ഞങ്ങൾ NDF-നെ എതിർക്കുന്നു, ഞങ്ങൾ SDPയെ എതിർക്കുന്നു, ഞങ്ങൾക്കെതിരെ അവർ മത്സരിക്കുന്നുണ്ട്, അവർക്ക് വോട്ട് കിട്ടുന്നുണ്ട്, അതിനെല്ലാം ഇടതുപക്ഷമാണ് പിന്തുണ നൽകുന്നത്. ശരി, ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ശക്തമായി അവർക്കെതിരെയുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കുക. അവരെടുക്കുന്ന നിലപാടുകളോട് നിങ്ങൾ എപ്പോഴെങ്കിലും അവർക്കെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ? അവർ മത്സരിക്കുന്നു, അവർക്ക് വോട്ട് കിട്ടുന്നു, അതാണോ ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയം? SDPA ആണെങ്കിലും NDF ആണെങ്കിലും നേരത്തെ നിരോധിക്കപ്പെട്ട സംഘടനകളാണെങ്കിലും അവരെല്ലാം എടുക്കുന്ന നിലപാടുകൾ അല്ല. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഞാനങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ പ്രഖ്യാപിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നതായി പൊതുസമൂഹത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നല്ലത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ജനാധിപത്യപരമായി ശ്രീ PC ജോർജിന് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിഷേധിക്കാൻ കഴിയില്ല. അതിലേതെങ്കിലും തെറ്റായ വശമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ അദ്ദേഹം തിരുത്തുമല്ലോ. അദ്ദേഹം അത് തന്നെയല്ലേ പറഞ്ഞത്, തിരുത്തേണ്ടത് ഞാൻ തിരുത്തും, മാപ്പ് പറയാൻ അദ്ദേഹം ആ ചർച്ചയിൽ തന്നെ തയ്യാറായി.
ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം ആ ചർച്ചയിൽ തന്നെ അദ്ദേഹത്തിന് തെറ്റുപറ്റിയിട്ടുള്ള കാര്യം തുറന്നു പറയുകയും പിൻവലിക്കേണ്ട വശങ്ങൾ അതിനുശേഷം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷവും അദ്ദേഹത്തിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം, ആയിക്കോട്ടെ, അതിനെ ആരെങ്കിലും എതിർക്കുന്നില്ലല്ലോ. പക്ഷെ അതേസമയം തന്നെ അതേ നിലപാടുകൾ അങ്ങനെ സ്വീകരിക്കേണ്ട കാര്യം ഒരു കോടതി പരാമർശം കൊണ്ട് മാത്രം മാറുമോ എന്നുള്ള സംശയം കൊണ്ടാണ് ശ്രീ കൃഷ്ണദാസ്. കാരണം ഇതിനു മുൻപ് സമാനമായ നിരവധി കേസുകൾ നേരിട്ടിട്ടും ജാമ്യവ്യവസ്ഥകളുടെ ലംഘനമായി വീണ്ടും ആവർത്തിക്കുന്ന ജോർജ് വീണ്ടും അങ്ങനെ ആകുമോ എന്നുള്ള സംശയത്തിലാണ് അതെ വീണ്ടും ആളുകൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത്. രഞ്ജിത്ത്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്ന കാരണത്തിനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളുടെ അതിനെല്ലാം ഫലം കണ്ടു എന്നുള്ളതാണോ? അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണോ? അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേ വിഷയങ്ങൾ വീണ്ടും ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ ഷോൺ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, അദ്ദേഹം ജയിച്ചിട്ടുള്ള മണ്ഡലത്തിൻ്റെ പ്രദേശത്ത് നിന്ന് ആ സ്ഥലത്ത് നിന്ന് തന്നെ തീവ്രവാദ പ്രവർത്തനത്തിൽ പോകുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, സംഘടനകൾ നിരോധിക്കപ്പെടുന്ന ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ആളുകളോട് ആ വിഷയങ്ങൾ തുറന്നു പറയുന്നു. എന്താ തെറ്റുള്ളത്? ഇനിയും അതേ കാര്യങ്ങളുണ്ടായാൽ വീണ്ടും തുറന്നു പറയുമെന്നല്ലേ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ധൈര്യത്തോടുകൂടിയല്ലേ പറയുന്നത്, ഞാനത് വീണ്ടും തുറന്നു പറയും. അതിൻ്റെ കാരണം എന്താണ്? വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കുന്നു, അതേ രാജ്യദ്രോഹ പ്രവർത്തനം ആവർത്തിക്കുന്നു, അതേ രാജ്യവിരുദ്ധ പ്രവർത്തനം ആവർത്തിക്കുന്നു. അങ്ങനെയുള്ള സംഘടനകളോട് ഞാൻ സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ആ ആളുകളോട് ഇനിയും യുദ്ധം ചെയ്യും. അദ്ദേഹത്തിന് അതിനുള്ള അവകാശമുണ്ടല്ലോ. ഈ രാജ്യത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, രാജ്യത്ത് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിനെ തുറന്നു പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതിലേതെങ്കിലും വാക്ക് പിഴയുണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാചകത്തിന് എന്തെങ്കിലും പിഴയുണ്ടായി, ആ പിഴ അദ്ദേഹം തിരുത്താൻ തയ്യാറാകണം, തിരുത്തപ്പെടുക തന്നെ ചെയ്യും. അതിനെന്താ തർക്കമുള്ളത്? അതിനർത്ഥം വിഷയം മാറ്റണം എന്നുള്ളതല്ല. അതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്ന് അതിനർത്ഥമില്ല. ശരി, തിരിച്ചു വരാം. ശ്രീജിത്ത്, ഇവിടെ PC ജോർജ് അതിനുശേഷം ഈ ചാനൽ ചർച്ചയിലെ പരാമർശങ്ങൾ ശ്രീജിത്ത് കേട്ട് കാണും. നമുക്കറിയാം, ജനം TV നടന്ന ചർച്ചയിലാണ് ഈ കഴിഞ്ഞ 5-ാം തീയതി വലിയ നമുക്ക് പോലും അംഗീകരിക്കാൻ പറ്റുന്ന പരാമർശങ്ങൾ നടത്തിയത്. അതിനുശേഷം മാപ്പൊക്കെ അദ്ദേഹം പറഞ്ഞു. എങ്കിൽ പോലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അതിനെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. ഈ എല്ലാവരെയും വിമർശിക്കാൻ തയ്യാറാവുന്നില്ല, ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന, ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാവരെയും വിമർശിക്കുന്നില്ല, ഒറ്റ തിരിഞ്ഞുള്ള വിമർശനമാണ് PC ജോർജിനെതിരെ എന്നുള്ള ഷോണിൻ്റെ മറുപടി കൂടിയുണ്ട്. ശ്രീ രഞ്ജിത്ത്, ഞാനിതിൽ മനസ്സിലാക്കുന്ന 2 വിഷയങ്ങളാണ്. ഒന്നാമത്തെ വിഷയം, അദ്ദേഹത്തിന് ഇപ്പോൾ കേരളത്തിലുമുള്ള ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരിൽ ചില ആൾക്കാർ മത തീവ്രവാദത്തിന് പോയിട്ടുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരെ ഒറ്റപ്പെടുത്തണമെന്നും ആ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ആ സമുദായത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാരും സംഘടനകളും ശ്രമിക്കണം എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അത് വസ്തുതാപരമായി ശരിയാണെന്ന് സമർത്ഥിക്കാനായിട്ടുള്ള കണക്കുകൾ അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ അതൊരു മതവിഭാഗത്തിനെ, ആ മതവിഭാഗത്തിൽ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ ഇകഴ്ത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന തീരെ ആകുമായിരുന്നുമില്ല. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞു വന്നത് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചതായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഒരു സമുദായത്തിലുള്ള ആൾക്കാർ മുഴുവനും ഈ രീതിയിലത്തേക്ക് തീവ്രവാദ നിലപാടുകളുള്ള ആൾക്കാരാണ് എന്നും അതല്ലാത്ത ആൾക്കാർ അവിടെ ഇല്ല എന്നും തുടർന്ന് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് പോയിക്കൂടെ എന്ന രീതിയിലത്തേക്കുള്ള ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കാവുന്ന ചില വാക്കുകളാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വന്നത്. അത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു മതവിഭാഗത്തിനെയും ആ രീതിയിലത്തേക്ക് ദേശവിരുദ്ധരായിട്ടോ തീവ്രവാദികളായിട്ടോ ഒന്നും തന്നെ ചിത്രീകരിക്കേണ്ടുന്ന യാതൊരു വിധത്തിലുള്ള സാധ്യതകളുമില്ല. അങ്ങനെ പറയുന്നതെല്ലാം തന്നെ ഹേറ്റ് സ്പീച്ച് അല്ലെങ്കിൽ ഫ്ലെയിം സ്പീച്ച് എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു പാർട്ടി നമ്മുടെ നാട്ടിൽ ശ്രീ PC ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന, അദ്ദേഹം നിലനിൽക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക വക്താക്കൾ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശരിയാണ് എന്ന് സമർത്ഥിക്കാനായിട്ട് ശ്രമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള അങ്ങേയറ്റം ആപൽക്കരമായിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ള ചില പ്രസ്താവനകൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ശ്രീ PC ജോർജിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ അദ്ദേഹത്തിനെ ആരും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിനെ ആക്രമിക്കണമായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ റൂൾ ചെയ്യുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എങ്കിൽ നമ്മുടെ പോലീസ് സ്വമേധയാ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന, അവരുടെ പാർട്ടി അല്ലെങ്കിൽ യുവജന സംഘടന, അവരുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണമായിരുന്നു. പക്ഷേ സത്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് രണ്ടുമല്ല. പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടില്ല. തന്നെയുമല്ല ഈ CPM-ന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുമില്ല. മറിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്നത് UDF-ലുള്ള ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗാണ് ഈ പരാതി കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ പരാതി കൊടുക്കുകയും ആ പരാതിക്ക് അടിസ്ഥാനം എന്താണോ അതൊരു ചാനൽ ചർച്ചയാണ്. ആ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട വീഡിയോ ഉൾപ്പെടെയുള്ള വിഷ്വൽസ് അവിടെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഇരിക്കുന്നത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ആ കേസിൽ, അതായത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയമോ വ്യക്തിപരമായിട്ടുള്ള ചിന്താഗതിയോ എന്താണെങ്കിലും അവിടെ ഇരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കേസെടുക്കുക എന്നുള്ളതല്ലാതെ മറ്റ് നിവൃത്തിയില്ല. ഇനി ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള നിയമോപദേശത്തിന് വേണ്ടി ഇതിനെ മാറ്റിവെച്ച് കഴിഞ്ഞാലും ഇത്ര ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ആയതുകൊണ്ട് അതിൽ കേസെടുക്കാതെ മറ്റു മാർഗമില്ല. അപ്പോൾ ഇവിടെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ആക്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. കാരണം യൂത്ത് ലീഗ് ഇവിടെ ചെയ്തിരിക്കുന്നത് നിയമപരമായി നമ്മുടെ നാട്ടിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള ഒരു മാർഗം അവർ തേടുകയാണ്. മറിച്ച് അദ്ദേഹത്തിനെതിരെ നേരിട്ട് പോയി പ്രതിഷേധിക്കാനോ അദ്ദേഹത്തിനെ കായികമായി ആക്രമിക്കാനോ അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാനോ ഒക്കെ ആയിരുന്നു അവർ തുനിഞ്ഞിരുന്നത് എങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറയാമായിരുന്നു. ഇവിടെ PC ജോർജിന് മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ മാത്രം പരാതി എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർഷ്യലി ജസ്റ്റിഫൈഡ് ആണ്. കാരണം അദ്ദേഹം മാത്രമല്ല ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പരാമർശങ്ങൾ പറയുന്നത്. റിപ്പീറ്റ് ഒഫൻഡറായിട്ട് വീണ്ടും ഇതേപോലെ മോശമായിട്ടുള്ള പ്രസ്താവനകൾ പറഞ്ഞിരിക്കുന്നതും അദ്ദേഹം മാത്രമല്ല. പക്ഷേ ഇവിടെയുള്ള ഒരു വ്യത്യാസം, നിയമപരമായി കിട്ടുന്ന അവന്യൂസ് എന്താണോ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു പ്രസ്ഥാനം തയ്യാറായി. മറ്റുള്ള ആൾക്കാർക്കും ഇതേ സ്വാതന്ത്ര്യം ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ, സമസ്തയിൽ നിന്ന് ആരെങ്കിലും സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സമുദായത്തിനെ, ആ സമുദായത്തിൽ പെടുന്നു ഒരു വ്യക്തി എന്നതിൻ്റെ പേരിൽ ആ സമുദായത്തിനെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള പരാമർശങ്ങൾ നടത്തിയാൽ മറ്റുള്ള ആൾക്കാർക്കും ഇതേപോലെയുള്ള നിയമ നടപടികൾ നേരിടാം. അത് നിയമ നടപടികൾ സ്വീകരിക്കാം. അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ മുതിരാതെ ആരെങ്കിലും അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കഥയുമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇവിടെ തിരുത്തേണ്ടത് ശ്രീ PC ജോർജിൻ്റെ പരസ്യ പ്രസ്താവനകളാണ്. കോടതി ഒരു വേള പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റിപ്പീറ്റ് ഒഫൻഡർ എന്ന കണക്കിൽ വന്നിട്ടുണ്ട്. കാരണം നേരത്തെയും അദ്ദേഹത്തിന് ചില ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ ജാമ്യം റദ്ദാകും എന്ന് തന്നെയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിയമ നടപടി ഒരാളിന് പേരിലേക്ക് എടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കുറ്റമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവനവൻ്റെ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് നേരെ, അല്ലെങ്കിൽ അവനവൻ്റെ മതം, അവൻ്റെ പേരിൻ്റെ വിശ്വാസം, സമുദായം, അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ജനറൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം മുമ്പ് നടത്തിയിരുന്ന ഒരു പ്രസ്താവനയിൽ മോദി എന്ന പേരുള്ള ആൾക്കാർ എന്ന രീതിയിൽ മോദി എന്ന് പറയുന്ന വിഭാഗത്തിനെ മൊത്തം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന നടത്തി. അപ്പോൾ അത് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും മോദി എന്ന സർനെയിം ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാർക്കും പൊതുവിൽ ആക്ഷേപകരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെട്ടു. ആ വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർക്ക് പരാതി ഉണ്ടായിരുന്നു. അവർ കോടതിയിൽ പോയി അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുണ്ട്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞോ പിന്നെ രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണെന്ന് BJP-ക്കാർ തന്നെ പറയുമോ? അത് രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് അല്ല. മറിച്ച് ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ അവരെല്ലാവരും തന്നെ മോശമാണ്, കാരണം നിരവ് മോദി എവിടെയുണ്ട്, ലളിത് മോദി എവിടെയുണ്ട്, നരേന്ദ്രമോദി എവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 3 ആൾക്കാരെ സിംഗിൾ ഔട്ട് ചെയ്തിട്ട് മോദി വിഭാഗത്തിൻ്റെ പേരിലേക്ക് മൊത്തത്തിൽ ബ്ലെയിം ചാർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത് ഇതേ അധമ പ്രവൃത്തിയാണ്. കാരണം മോദി എന്ന സർനെയിമുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരു ബാഡ് ലൈറ്റിൽ കാണുന്നതിന് വേണ്ടി അവരുടെ തൊഴിലിടങ്ങളിൽ, അവരുടെ സ്ഥാപനങ്ങളിൽ, പൊതുസമൂഹത്തിലൊക്കെ തന്നെ മോശമായ രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതിന് കാരണമാകും. അത് കാരണമാകുമെന്ന് വ്യക്തമായി ബോധ്യമുള്ള ആൾക്കാർ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുത്തത്. ആ കേസിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കോടതികൾ തയ്യാറാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ ഒരു അക്കൗണ്ടബിലിറ്റിയാണ്. നമ്മളൊരു പ്രസ്താവന നടത്തുന്ന സമയത്ത് നമ്മളൊരു വ്യക്തിയാണ് ആക്ഷേപിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെയാണ് വിമർശിക്കുന്നത് എങ്കിൽ, അത് വ്യക്തിപരമായിരിക്കുകയും രാഷ്ട്രീയമായിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വരെ ഓക്കെയാണ്. പക്ഷേ നമ്മളതിനെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെയാണെന്നോ, ഒരു സമുദായത്തിലുള്ള ആൾക്കാരെല്ലാവരും അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ ഷാക്കീർ തന്നെ ഈ ചർച്ചയിൽ സബ്ജക്ട് ടു കറക്ഷൻ ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞത് RSS എന്ന് പറയുന്നത് തീവ്രവാദികൾ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ അല്ല എങ്കിൽ ശരി, തിരുത്തുന്നു. പക്ഷേ ഞാൻ കേട്ടത് അങ്ങനെയാണ്. അദ്ദേഹത്തിന് ആ ഒരു നിലപാടുണ്ടോ? RSSലുള്ള ആൾക്കാരെല്ലാവരും തീവ്രവാദികളാണെന്നോ തീവ്ര നിലപാടുകാരാണെന്നോ ഉള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇൻസിഡന്റ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അവരാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഔട്ട് ചെയ്തുകൊണ്ട് പറയാം. ഒരു പ്രസ്ഥാനത്തിനെ മൊത്തത്തിൽ പറയണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ അജണ്ട. രാഹുൽ ഈശ്വർ, ഇവിടെ നമുക്ക് PC ജോർജിനെ പൊതുസമൂഹത്തിന് അറിയാം. 10-30 വർഷമായി MLA ആയിരുന്ന ആളാണ്. നമുക്കറിയാം 2 മുന്നണികളുടെയും അല്ലെങ്കിൽ 3 മുന്നണികളുടെയും സഹായമില്ലാതെ MLA ആയി നിന്ന പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതങ്ങനെ കേരളത്തിൽ ഒരുപക്ഷെ 1, 2, 3 രാഷ്ട്രീയക്കാർ അങ്ങനെ സ്വന്തം മണ്ഡലത്തിൽ മുന്നണി സ്വാധീനമില്ലാതെ ജയിക്കാൻ പറ്റുന്നവരുടെ എണ്ണം വിരളമാണ്. എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടുകൾ വാങ്ങി വിജയിച്ച ഒരു നേതാവ് കൂടിയാണ് PC ജോർജ്. ഈ പറഞ്ഞ അദ്ദേഹം ഇപ്പോൾ പരിഹസിച്ച
തീവ്രവാദികളെന്ന് അടച്ചാക്ഷേപിച്ച വിഭാഗത്തിൻ്റെ വോട്ടുകൾ വളരെ ശക്തമായി ഈരാറ്റുപേട്ടയിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ലഭിച്ച ആൾ കൂടിയാണ്. പക്ഷേ അദ്ദേഹം എങ്ങനെ ആ സമുദായത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ വിരുദ്ധനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ മോദി വിരുദ്ധത, ഷോൺ ജോർജൊക്കെ പറയുന്നത് മോദി വിരുദ്ധത അല്ലെങ്കിൽ മോദിയുടെ ആളായി നിൽക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്താൻ കേരളത്തിലൊരു ശ്രമമുണ്ട് ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്ന് പറഞ്ഞ് കേവലം ചെറുതാക്കാവുന്ന ഒന്നാണോ അത്? അങ്ങനെയുള്ള ആളുകളെ കൂടി ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയമല്ലേ PCയെ പോലെയുള്ള പരിണതപ്രജ്ഞരായ നേതാക്കൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? സംശയമല്ല ശ്രീ രഞ്ജിത്ത്. ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ശ്രീ ഷാക്കീർ അടക്കം നമ്മുടെ നാട്ടിലെ ഓരോ മുസ്ലിം സഹോദരനോടും ഇതേപോലൊരു ചർച്ച ഉണ്ടായതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു, അവരോട് ക്ഷമ ചോദിക്കുന്നു. ഒരു സമുദായവും, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, നമ്മൾ ആരും കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാണ്. ആ വാക്ക് വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ വാക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. നമ്മുടെ രാജ്യത്തിന്റെ വിഭജനത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം പാകിസ്ഥാൻ വേണ്ട, മഹാത്മാഗാന്ധിയുടെ മതസൗഹാർദ്ദ ഇന്ത്യ മതി എന്ന് തീരുമാനിച്ച് ഈ നാട്ടിൽ നിന്നവരാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജിന്നയുടെ മകള് പോലും, അതായത് പാകിസ്ഥാന്റെ പിതാവായ ജിന്നയുടെ മകള് പോലും പാകിസ്ഥാനിൽ പോകുന്നില്ല, അവർ ഇന്ത്യയിൽ നിൽക്കുകയാണ്. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് US പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ അന്ന് പാകിസ്ഥാനിലേക്കാട്ടി കൂടുതൽ അല്ലെങ്കിൽ വലിയൊരു ശതമാനം, ഈക്വലി ഉള്ളൊരു ശതമാനം ഇന്ത്യയിൽ നിലനിൽക്കുകയും ഞങ്ങൾക്ക് വ്യത്യസ്ത രാജ്യം വേണ്ട, അങ്ങനെ ഒരു മതരാജ്യം വേണ്ട, പക്ഷേ ഇന്ത്യ മതി എന്ന് പറഞ്ഞ് നിന്നതാണ്. ഒരു കാരണവശാലും ഈ പാകിസ്ഥാൻ പ്രയോഗം പലപ്പോഴും ഒരു തീവ്ര വലതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അത് ചെയ്യുന്നത് തെറ്റാണ്, ചരിത്രത്തോടുള്ള അനീതിയാണ്, ഈ രാജ്യത്തോടുള്ള അനീതിയാണ്, യഥാർത്ഥത്തിൽ രാജ്യസ്നേഹത്തോടെ ഈ രാജ്യത്തോട് നിന്ന മുസ്ലിങ്ങളോടുള്ള നമ്മളോടുള്ള അനീതിയാണ്. അതുകൊണ്ട് PC ജോർജ് സാർ ഒരിക്കലും അത് പറഞ്ഞുകൂടാത്ത കാര്യം സംശയമില്ല. രണ്ട്, എനിക്ക് PC ജോർജ് സാറിനെ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനാണ്. ഷോണാണ് എൻ്റെ ശബരിമല കേസിനൊക്കെ ഞങ്ങളെ ഏറ്റവും സപ്പോർട്ട് ചെയ്തത്. ഷോൺ ഒരുപാട് കാലത്തിന് ശേഷം വക്കീലായി വന്നത് എനിക്ക് ജാമ്യം എടുക്കാനൊക്കെയാണ്. PC ജോർജ് സാർ കാരണമാണ് ശബരിമല പ്രക്ഷോഭം ഈ രീതിയിൽ ആദ്യം വളർന്നത്. ആദ്യം ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തപ്പോഴും PC ജോർജ് സാറാണ് സപ്പോർട്ട് ചെയ്തത്. PC ജോർജ് സാർ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി കൂടെ ഒരുത്തിയും അങ്ങോട്ട് കയറില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം ഏറ്റവും ഉത്തേജിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അന്നത്തെ ജോർജ് സാറിനെയാണ് എനിക്കിഷ്ടം. അന്ന് മുസ്ലിം സമൂഹത്തിന്റെ പരിപാടിക്ക് പോകുമ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സലാത്ത് എടുത്തു പറഞ്ഞ്, എന്ന സല്യൂട്ടേഷൻ എടുത്തു പറഞ്ഞ് പ്രവാചകനെ എന്താ പറയുക പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യുന്ന ആ PC ജോർജ് സാർ തിരിച്ചു വരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ജോർജ് സാർ കുറച്ച് അറിയാം, ജോർജ് സാറിന്റെ സംസാര രീതിയുള്ള പ്രത്യേക സംസാര രീതിയാണ്. പക്ഷേ ഒരു മതത്തെയും വേദനിപ്പിക്കാത്ത വിഷമിപ്പിക്കാത്ത ഒരു സംസാര രീതി വേണം. ജോർജ് സാർ ആ പഴയ ജോർജ് സാറായിട്ട്, ഇപ്പോൾ ഷോൺ ആണെങ്കിലും ജോർജ് സാർ ആണെങ്കിലും തിരിച്ചു വരണം. ശ്രീ ഷാക്കിറിനോടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് ലീഗ്. ആ ലീഗിനോടും മുസ്ലിം സമൂഹത്തോടും പറയാനുള്ളത്, ജോർജ് സാറിൻ്റെ ആകട്ടെ ഷോണിൻ്റെ ആകട്ടെ ഇവരുടെ അടക്കം ഫേസ്ബുക്കിലൊക്കെ പോയി നമുക്കത് വളരെ, അദ്ദേഹം പറഞ്ഞ കാര്യം പ്രകോപനം അല്ലെന്നല്ല, പക്ഷേ ചീത്ത വിളിക്കുമ്പോൾ ജോർജ് സാറിൻ്റെ മനസ്സിൽ കൂടുതൽ ദേഷ്യമാണ് ഉണ്ടാകുക. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടണമെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് സമാനമായി നടന്നൊരു പ്രശ്നത്തിൽ ജോർജ് സാറിൻ്റെ രസകരമായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇതേപോലൊരു പറഞ്ഞുകൂടാത്ത കാര്യം അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന് കേസും മറ്റുമായി. അദ്ദേഹത്തിന് താഴെ ക്ഷമ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പോയി ചീത്ത വിളിച്ചു. അപ്പം ജോർജ് സാർ വീണ്ടും പറഞ്ഞു, എന്നാൽ നിന്നെയൊക്കെ തന്നെയാണാ പറഞ്ഞത്. അപ്പോൾ ആരെയും പ്രകോപിപ്പിച്ചുകൊണ്ടല്ല നമ്മൾ പോകേണ്ടത്, സമവായത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹോദരത്തിൻ്റെയാണ്. ഇനി പെട്ടെന്ന് ജോർജ് സാറിൻ്റെ കൂടെ ഒരു ഹിസ്റ്ററി. ജോർജ് സാർ എല്ലാ വിഭാഗങ്ങളോടും ഒരുമിച്ച് പോകുന്ന വ്യക്തിയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് പറയണേ, നമ്മുടെ ശ്രീലങ്കയിലുണ്ടായ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഒരാളോട് ഫോണിൽ സംസാരിച്ചപ്പം വളരെ അല്ലെങ്കിൽ പ്രകോപനപരമായ ചില പരാമർശങ്ങളും മറ്റുമൊക്കെ ഉണ്ടായത്. ജോർജ് സാർ പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ പ്രത്യേകിച്ച് മനസ്സിലൊന്നും വെച്ച് പറയുന്നതല്ല, പക്ഷേ ജോർജ് സാർ പറഞ്ഞത് തെറ്റായി പോയി എന്ന് എനിക്കല്ല സന്തോഷം. കാസയെ അടക്കം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാസ അടക്കമുള്ള സംഘടനകൾ പോലും അത് തെറ്റാണെന്ന് സമ്മതിച്ച് തന്നെയാണ് ഫേസ്ബുക്ക് ചെയ്തത്. അത് നമ്മുടെ ഫേസ്ബുക്കിൽ എഴുതിയത്. അത് നമ്മുടെ കേരളത്തിൻ്റെ നന്മയാണ്, മലയാളത്തിൻ്റെ നന്മയാണ്. അതായത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തുറന്നു പറയാം. ജോർജ് സാറിനെ വ്യക്തിപരമായി വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തി. ഇന്നലെ കൂടെ ഷോണോട് ഞാൻ സംസാരിച്ചു, സാറിനെ കാണാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് സംസാരിച്ചിരുന്നു. അപ്പോൾ നമുക്കെല്ലാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എനിക്കൊക്കെ ജോർജ് സാറിനെ ഇഷ്ടമാണ്, പക്ഷേ പഴയ ജോർജ് സാറാണ് എല്ലാവർക്കും ആക്സസിബിൾ ആയ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പോയി പറയാൻ പറ്റുന്ന, ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ പോയി സാറേ നമ്മുടെ ഒരു കാര്യം ചെയ്തു തരണമെന്ന് പറയാൻ പറ്റുന്ന, ഈരാറ്റുപേട്ടയിൽ ഇത്രയധികം വികസനം കൊണ്ടുവന്ന ആ പഴയ ജോർജ് സാറായി തിരിച്ചു വരട്ടെ. കോടതിയുടെ ശക്തമായ പരാമർശങ്ങൾ, അത് നിശ്ചിതമായ വിമർശനങ്ങളൊക്കെ PC ജോർജിനെ അങ്ങനെ തിരുത്തുമോ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ നാളായുള്ള PC ജോർജ് അങ്ങനെയല്ല. 1-2 കേസ് അല്ലല്ലോ രാഹുലിന് അറിയാവുന്ന പോലെ. ഒരു വരി കൂടി ഞാനും ജോർജ് സാറും കൂടെ ഷേക്കിന TV-യിൽ, പള്ളിയുടെ ഷേക്കിന ചാനലിലൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. ഈ വിഷയം ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷേ അത് മുസ്ലിം വിരോധത്തിന്റെ പുറത്തു വേണ്ട. ഹിന്ദു ക്രിസ്ത്യൻ ഐക്യമെന്നോ നായർ നസ്രാണി ഐക്യമെന്നോ ഇനിയും നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യമെന്ന് വെള്ളാപ്പള്ളി സാറ് പറയുന്നത് പോലുള്ള കാര്യം ഉണ്ടാകുന്നതിനൊന്നും ഒക്കെ നല്ലതാണ്. പക്ഷേ അത് ഈ മുസ്ലിം വിരോധത്തിന്റെ ഒരു ആംബിറ്റിൽ, മുസ്ലിം വിരോധത്തിൽ ചവിട്ടി നിന്നുകൊണ്ടാകരുത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം പലപ്പോഴും ഈ ഇസ്ലാമോഫോബിയ ഉപയോഗിച്ച് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാക്കാൻ നോക്കുന്ന
നോക്കുന്നതിന് പറ്റുന്ന തെറ്റാണ്. ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപാട് പ്രശ്നമുണ്ട്. ഉദാഹരണം, ക്രിസ്ത്യാനികൾക്ക് 1.6 ആണ് ഫെർട്ടിലിറ്റി റേറ്റ്, ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് 1.1 ആണ്. നമ്മുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ഇംപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പത്തനംതിട്ട നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മലപ്പുറത്തിന് ഒരു പ്രശ്നമില്ല താനും. അപ്പം നമ്മുടെ ഇടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്നതിന് പകരം, ഞാനത് ഓർത്തഡോക്സ് സഭയിൽ ചെന്ന് പറഞ്ഞിരുന്നു, ഷേഖന ടി വിയിൽ പറഞ്ഞിരുന്നു, ജോർജ് സാർ കൂട്ടിരുന്ന വേദിയിലാണ് പറഞ്ഞത്, ഈ മുസ്ലിം വിരോധം വെച്ച് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെ ഒന്നിപ്പിക്കാൻ നോക്കണ്ട. പകരം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും, പ്രത്യേകിച്ച് നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഈ സത്യസന്ധമായിട്ട് വിഷയങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇടയിലുള്ള ജനസംഖ്യാ തകർച്ച, ഫെർട്ടിലിറ്റി റേറ്റ്, കൂടി വരുന്ന ആത്മഹത്യകൾ, മദ്യപാനം, മയക്കുമരുന്ന്, ഇതെല്ലാം ഹിന്ദുക്കളിലാണ് 80% കൂടുതലുള്ളത്, കണക്കുകളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പോസിറ്റീവ്ലി പറഞ്ഞ് ഒന്നാക്കുന്നതിന് പകരം ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവും പറഞ്ഞ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒന്നാക്കാൻ നോക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് കൂടി വന്ന 1-2 ചർച്ചകൾക്കും ഒരു വിവാദങ്ങൾക്കും ഒന്ന് കൊഴുപ്പ് കൂട്ടുമെന്നല്ലാതെ താഴെ തട്ടിലേക്ക് പോകുമ്പോൾ ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം നമ്മളെല്ലാം ഡീപ്ലി പ്ലൂറലിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ നമ്മളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജനതയും ഏറ്റവും ആഴമേറിയ രീതിയിൽ ഒരു ബഹുസ്വരവാദികളാണ്. അതുകൊണ്ടാണ് നമ്മൾ അയ്യപ്പനെ കാണാൻ പോകുമ്പം ക്രിസ്ത്യാനിയായ വെളുത്തെയും മുസ്ലിമായ വാവരെയും കണ്ടിട്ട് പോകുന്നത്. അത്രയും ആഴത്തിൽ ബഹുസ്വരമായ ഒരു സമൂഹത്തിലേക്ക് ഈ വർഗീയത അല്ലെങ്കിൽ വിദ്വേഷ രാഷ്ട്രീയം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പകരം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ജെനുവിനായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് അതിനെ ജോർജ് സാർ മുന്നിട്ട് പറയുകയാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് ആയിരിക്കും. അതോടൊപ്പം മുസ്ലിം സഹോദരങ്ങളെ കൂടെ ചേർത്താൽ, അതാണ് പണ്ട് കെ കരുണാകരൻ സാർ തുടങ്ങിയ UDF എന്ന് പറയുന്നത്. ജോർജ് പറഞ്ഞതിനെ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല, ഈ ചർച്ചയിൽ പങ്കെടുത്ത ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഈരാറ്റുപേട്ടയിലെ ചില സാഹചര്യങ്ങൾ, അവിടെ വളർന്നു വരുന്ന തീവ്രവാദം, അവിടെ നിന്ന് അറസ്റ്റിലാകുന്ന 3-4 പേരുടെ പേരുകൾ ഷോൺ ജോർജ് പറയുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അത്തരം സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണമല്ലോ. അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്താനും അങ്ങനെ അതിലകപ്പെടുന്നവരെ ആ തരത്തിൽ ഇനിയും മറ്റുള്ളവർ അതിൽ ഉൾപ്പെടരുത് എന്ന് പറഞ്ഞു വെക്കാനും, അതിനെ ഇപ്പോൾ ഒരുപക്ഷെ PC-യുടെ ഭാഷ ആ രീതിയിലായിരിക്കാം. അദ്ദേഹം നേരത്തെ തൊട്ട് നമുക്കറിയാം പല വിഷയങ്ങളെ സമീപിക്കുന്നത്. ഇപ്പോൾ ദിലീപിൻ്റെ വിഷയത്തിൽ ആരെ പിന്തുണച്ചു എന്നറിയാം, ദിലീപുമായി ബന്ധപ്പെട്ട നടിയെ ആക്രമിച്ച കേസിൽ ആരെ പിന്തുണച്ചു എന്നറിയാം, ബിഷപ്പിൻ്റെ വിഷയത്തിൽ ആർക്കൊപ്പമായിരുന്നു എന്നറിയാം. അങ്ങനെ പ്രത്യേക ശൈലിയുള്ള നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശൈലി അങ്ങനെ ആയിപ്പോയി എന്നത് മാത്രമാണോ പ്രശ്നം? അദ്ദേഹം മൊത്തത്തിൽ ഒരു വരിയും കൂടെ ആഡ് ചെയ്തോട്ടെ. ഏകദേശം 95 ലക്ഷം അല്ലെങ്കിൽ 1 കോടി മുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അതിൽ 0.0000001% ആൾക്കാരാണ് ISIS അടക്കമുള്ള കാര്യങ്ങളിൽ പോയത്. ശ്രീ പിണറായി വിജയന്റെ കണക്ക് പ്രകാരം 120 പേര്. ഒരാളെങ്കിലും പോയാൽ അത് നമ്മുടെ തെറ്റാണ്, നമ്മുടെ പരാജയമാണ്, ശ്രീ ഷാക്കിറിന്റെ പരാജയമാണ്, മുസ്ലിം ലീഗിന്റെ അടക്കമുള്ള പരാജയമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഇനി ഒരു വരി കൂടെ, അതിന്റെ പേരിൽ ഒരു വലിയ നെറേറ്റീവ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി 2, സ്വന്തം മകൻ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മകനെ കാണണ്ടെന്ന് പറഞ്ഞ ഉമ്മമാരുള്ള നാടാണ്. അപ്പോ നമുക്ക് ഇതെല്ലാം ചൂണ്ടിക്കാട്ടാം. പക്ഷേ ചൂണ്ടിക്കാട്ടുന്നതിന് ഒരു മയവും നയവും നല്ല ഭാഷയും വേണം. ആ ജോർജ് സാറായിട്ട് തിരിച്ചു വരണം, അത് ചൂണ്ടിക്കാട്ടണം. പക്ഷേ ജോർജ് സാർ യൂസ് ചെയ്യുന്ന ഭാഷ നമുക്കെല്ലാം ഉൾക്കൊള്ളാവുന്ന രീതിയിലേക്ക് അദ്ദേഹം തിരിച്ചു വരും, കുറെ കൂടെ ശക്തനായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് സുഹൃത്ത് രാഹുൽ ഈശ്വർ പറഞ്ഞത് അടിവരയിടുകയാണ്. ഞാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പറഞ്ഞത്, അതായത് ഇവിടെ ചില നരേറ്റീവ് സൃഷ്ടിക്കുകയാണ്. ഞങ്ങളൊന്ന് PC ജോർജ് എന്ന വ്യക്തിയെ ചർച്ച ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. PC ജോർജ് എന്ന വ്യക്തിക്കെതിരെയുള്ള ഒരു പോരാട്ടമല്ല, മറിച്ച് ഉത്തരേന്ത്യൻ ശൈലിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, ഈ ജാതി രീതിയിലുള്ള എന്താ പറയുക വർഗീയ പരാമർശങ്ങൾ, അത് നമ്മുടെ നാടിന് പ്രബുദ്ധ കേരളത്തിന് പരിചയമില്ലാത്തതാണ്. അത് പരിചയപ്പെടുത്തി ആ ശൈലിയിലേക്ക് നമ്മുടെ കേരളത്തെ കൊണ്ടുവരാൻ പാടില്ല. ഒന്ന്, നിങ്ങൾ പരിശോധിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ പ്രവർത്തനം നടന്നത് കളമശ്ശേരി സ്ഫോടനത്തിലാണ്. 8 ക്രിസ്തുമത വിശ്വാസികളെയാണ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരാൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത്. ഏതെങ്കിലും ഒരു ഹൈന്ദവ മത വിശ്വാസി, ഏതെങ്കിലും ഇസ്ലാം മത വിശ്വാസി അത് ക്രൈസ്തവ ഭീകരൻ എന്ന് പറഞ്ഞോ? ആ മതത്തെ കൂട്ടി പറഞ്ഞോ? നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഒരു ഇസ്ലാം, ഈ പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ പറഞ്ഞു, എന്താ 1 കോടിയോളം വരുന്ന കേരളത്തിലെ മുസൽമാന്മാരിൽ 1% തീവ്രവാദ പ്രവർത്തനത്തിനോ ഭീകരവാദ പ്രവർത്തനത്തിനോ പോകുന്നില്ലെന്ന് മാത്രമല്ല, സംസാരത്തിൽ പോലില്ല. അത് ചെയ്യാൻ പാടില്ല എന്ന് മതത്തിൻ്റെ ശാസനയാണ്. അങ്ങനെയുള്ളവനെ മുസൽമാനുള്ളൂ. മറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങൾ നോക്ക്, 2000-ഓളം ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. ഈ NDF പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിങ്ങൾ ആരോപിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഭരിക്കുന്നുണ്ടോ? എന്താ ഇവിടെ കേരളത്തിൽ 1 കോടി മുസ്ലിംകൾ ഉണ്ടായിട്ട് ഒരു ചെറിയ ശതമാനം പോലും ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാത്തത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 100-ലധികം ത്രിതല പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. 15 MLA-മാരുണ്ട്, MP-മാരുണ്ട്. എന്താ അത് ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ആ ആളുകളെക്കുറിച്ച്
കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ആ രീതിയിൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ഞാൻ അന്ന് പി സി ജോർജുമായി ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളയാളാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഞാൻ പ്രകോപനം ഉണ്ടാക്കിയെന്നാണ്. അദ്ദേഹം FB യിൽ പോസ്റ്റ് ഇട്ടത് അങ്ങനെയായിരുന്നു. പിന്നീട് അദ്ദേഹം തിരുത്തി. അതിന് കൃത്യമായ വിഷ്വൽസ്, ചർച്ച തന്നെ പാലോളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് പുറത്തു വന്നതോടുകൂടി പിന്നീട് അദ്ദേഹം മാറ്റി പറഞ്ഞു. ഞാനിപ്പോൾ ഈരാറ്റുപേട്ടയിലെ സാഹചര്യം വെച്ചിട്ടാണ് പറഞ്ഞത്. ഈരാറ്റുപേട്ടയിൽ എന്ത് സാഹചര്യമാണ്? അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു മുനിസിപ്പാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് ഇപ്പം ഞാൻ നേരത്തെ പറയാം, ഞങ്ങൾ പി സി ജോർജിന് വേണ്ടി മാത്രമല്ല, ഇക്കഴിഞ്ഞ മാസം ഞാൻ ഹരിയാനയിലെ ഫരീദാബാദിലെ ആര്യൻ മിശ്ര എന്ന് പറയുന്ന 19 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സ്ഥലത്ത് പോയി. യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയായി ഞാനും ഷിബു മീരാനും ഞങ്ങൾ ദേശീയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പോയി. ഞങ്ങൾ പോകാൻ കാരണം എന്താണെന്നറിയോ? ആ ആര്യൻ മിശ്രയെ നേരത്തെ രഞ്ജിത്ത് പണിക്കർ പറഞ്ഞില്ലേ RSSനെ കുറിച്ച് ഷാക്കിറിന് ഈ അഭിപ്രായമാണോ എന്ന്? അത് പറയാൻ കാരണം RSSന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നിലപാടാണ്. ഈ ഫരീദാബാദിൽ കഴിഞ്ഞ മാസം ആര്യൻ മിശ്ര എന്ന് പറയുന്ന ബ്രാഹ്മണ യുവാവ് കൊല്ലപ്പെട്ടത് സംഘ് പരിവാർ കൈകളിലൂടെയാണ്, വെടിവെച്ച് കൊന്നതാണ്. അദ്ദേഹത്തിന് അമ്മ പത്രക്കാരോട് പറയുന്നുണ്ട്, ഈ കുറ്റവാളിക്ക് ഇദ്ദേഹം മരണപ്പെട്ടത് ബ്രാഹ്മണ യുവാവാണെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹം പറയാണ് ബ്രഹ്മഹത്യ പാപമാണ്, മുസൽമാനാണെന്ന് പറഞ്ഞ് കരുതി ചെയ്തു പോയതാണ്. അതിന് ഉമ്മാ മിശ്ര ഇന്ത്യയിലെ മാധ്യമങ്ങളോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? മുസൽമാനാണെങ്കിൽ അങ്ങനെ കൊല്ലാൻ പാടില്ലോ, ഒരു നിരപരാധിയായ ആരെയും മതം നോക്കി കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫരീദാബാദിൽ പോയി, ഹരിയാനയിൽ പോയി. ആ ഉമാ മിശ്രയെ ഞാനും അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഉൾപ്പെടെ പോയി കണ്ടത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. ആ ഉമാ മിശ്രയുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് RSS എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ കഴിഞ്ഞകാല നിലപാടിനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ ആ പരാമർശം നടത്തിയിട്ടുള്ളത്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ ശൈലിയിൽ നിന്ന് മാറി ഒരു നല്ല സംഘടനയെ RSS മാറുകയാണെങ്കിൽ വളരെ സന്തോഷം. ഒരുപാട് മനുഷ്യർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ലേ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയായിട്ട് മതപരമായ വേർതിരിവുണ്ടാക്കാത്ത, ആൾക്കൂട്ട കൊലപാതകം നടത്താത്ത, പള്ളികളും പിന്നെ മറ്റ് ആരാധനാലയവും തകർക്കാത്ത ഒരു സംഘടനയാണെങ്കിൽ നല്ലതാണ്. ഞാൻ ആർത്ഥത്തിൽ പറഞ്ഞതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ മലയാളികളെ കുറിച്ചാണ്. ഈ രാഹുൽ ഈശ്വറും രഞ്ജിത്ത് പണിക്കരെയും കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുകയാണ്. അവർ നടത്തി ഈ ചർച്ചയിൽ നടത്തിയ പരാമർശങ്ങൾ, ഇത് കേരളത്തിൽ ഒരു കാലത്തും ഒരു മതവർഗീയ വ്യക്തിക്കും സംഘടനക്കും ഒരു എന്താ പറയുക ജനങ്ങളുടെ ഒരു പ്രോത്സാഹനവും പിന്തുണയും ഉണ്ടാവില്ല. ഒറ്റപ്പെട്ട സംഗതികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, പർവ്വതീകരിക്കാൻ പാടില്ല. അത് PC ജോർജ് ആണെങ്കിലും NDF ആണെങ്കിലും SDP ആണെങ്കിലും RSS ആണെങ്കിലും ഖാസയാണെങ്കിലും ഇവരാരും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളീയ സമൂഹം. ശരി, ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഈ BJP-യിലേക്ക് വന്ന PC ജോർജ്, നമുക്കറിയാം സമീപകാലത്ത് BJP-യിൽ ചേർന്നു PC ജോർജ്. ഇങ്ങനത്തെ ഒരു PC ജോർജിനെ ആണോ BJP-ക്ക് ആവശ്യമുള്ളത്? കാരണം BJP-യുടെ കേരളത്തിലെ നേതാക്കൾ പോലും പറയാത്ത തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു മതവിഭാഗത്തിന് നടത്തുന്ന PC ജോർജിനെ നിയന്ത്രിക്കേണ്ടതല്ലേ? ആ പാർട്ടിക്ക് അതിനുള്ള ബാധ്യതയില്ലേ? ഈ PC ജോർജ് കേരളത്തിൽ BJP-ക്ക് എന്ത് ഗുണമുണ്ടാക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ രഞ്ജിത്ത്, BJP-യുടെ ഒരു നേതാവും ഒരു സംസ്ഥാനത്തും രാജ്യത്തും ഒരു വിദ്വേഷ പ്രസംഗവും നടത്തി ഏതെങ്കിലും തരത്തിൽ ഒരു സാമുദായികമായിട്ടുള്ള സംഘർഷത്തിന് ഏതെങ്കിലും തരത്തിൽ അവസരമുണ്ടാക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നേതാവിനെതിരെയും നാളിതുവരെ ഒരു നടപടിയും ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ആളുകൾ വികാരപരമായി പ്രസംഗിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും, പലപ്പോഴും ഒരു പക്ഷേ അതിരുവിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അതൊക്കെ വിമർശിക്കപ്പെടുമ്പോൾ വിമർശിക്കുകയും തിരുത്തപ്പെടുമ്പോൾ തിരുത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് പ്രധാനമായിട്ടുമുള്ളത്. ഒരു സംഘടനയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം ചെയ്യും എന്നാരും ധരിക്കുന്നുമില്ല. യൂത്ത് ലീഗിൻ്റെ പ്രതിനിധിയെ സംബന്ധിച്ച് അദ്ദേഹം RSSനെ സംബന്ധിച്ച് എന്തോ തെറ്റായ കാര്യങ്ങൾ ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് വഴിയെ തിരുത്തിയാൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർക്കുള്ള തിരുത്തലുകൾ ഉണ്ടാകുന്ന പോലെ തന്നെ അദ്ദേഹത്തിനും തിരുത്തലുകൾ ഉണ്ടാവട്ടെ. അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. ഏതെങ്കിലും ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഴുവൻ RSSും അതിൻ്റെ ഭാഗമാണ് എന്ന് പറയാൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എവിടെ നിന്നാണ്? എന്ത് നടപടിയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ മാറാട് കലാപത്തെക്കുറിച്ച് നമ്മളെല്ലാം പറയണ്ടേ? മുസ്ലിം ലീഗിൻ്റെ പങ്കിനെക്കുറിച്ച് പറയണ്ടേ? അതിൻ്റെ കമ്മീഷനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? നമ്മളാരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. എന്താ ചർച്ച ചെയ്യാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമുദായിക സംഘർഷം ഉണ്ടാവാൻ സാധ്യതയുണ്ടായെന്ന് എത്രയോ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ആരെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും സംഘടനയെ നിരോധിച്ചുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ നമ്മുടെ സമൂഹത്തിൻ്റെ, ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ എത്രയോ കാലം കേരളത്തിൽ നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിനെ നിരോധിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്ന തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളോട് ആരും സന്ധി ചെയ്യുന്നില്ല, ആരും അതിനോട് യോജിക്കുന്നുമില്ല. പക്ഷേ അതിനർത്ഥം എന്തും ചെയ്യാമെന്നുള്ള ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ചോദിച്ചു, ശ്രീ PC ജോർജിനെ
BJP ഉൾക്കൊള്ളാൻ PC ജോർജ് എന്ന് പറയുന്നത് BJPയിൽ വരുന്നതിന് മുൻപേ എത്രയോ വിഷയങ്ങൾ കേരളീയ സമൂഹത്തിന് തുറന്നു പറഞ്ഞിട്ടുള്ള കേരളത്തിലെ MLA-യും സമുദ്രനായിട്ടുള്ള നേതാവുമാണ്. അദ്ദേഹം തുറന്നു പറയുന്ന പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചിലത് തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്, ചിലത് ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ആ സാഹചര്യത്തിനനുസരിച്ച് ഉയർത്തുന്ന വിഷയങ്ങൾക്ക് സാഹചര്യത്തിൻ്റെ പ്രാധാന്യങ്ങളുണ്ടാകും. അത് ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം BJP-കാരനായതുകൊണ്ടാണോ അദ്ദേഹം വിഷയങ്ങൾ ഉയർത്താൻ ആദ്യമേ ശ്രമിക്കുന്നത്? അല്ലല്ലോ. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉയർത്തുന്നു. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ കേരളീയ സമൂഹം ചർച്ച ചെയ്യുന്നു. നമ്മളെന്താ ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട വിഷയമുള്ളത്? അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വിഷയത്തിൻ്റെ കൂടി പ്രത്യേകതയാണ്. അദ്ദേഹം മറ്റേതെങ്കിലും ഒരു വിഷയമാണോ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ആളെ എടുത്ത് പറഞ്ഞോ? ഇല്ലല്ലോ. അദ്ദേഹത്തിന് തിരുത്തേണ്ട ഭാഗം അദ്ദേഹം തിരുത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ടാണല്ലോ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്. അദ്ദേഹം സ്വയം തിരുത്തി, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ തിരുത്തി. അതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റ് കാണണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ഏതെങ്കിലും ഒരു സ്ഥിരമായൊരു സംവിധാനത്തെയോ സ്ഥിരമായൊരു രാഷ്ട്രീയ പാർട്ടിയെയോ സ്ഥിരമായൊരു സമൂഹത്തെയോ ഏതെങ്കിലും തെറ്റിൻ്റെ ഭാഗമായി കാണണമെന്ന് വിചാരിക്കുന്നവരല്ല BJP. അങ്ങനെ നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളുമായി ചേർന്നുകൊണ്ട് രാജ്യത്ത് ഭരണം നടത്തിയിട്ടുള്ള പാർട്ടിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ കാശ്മീരിൽ PDP-യുമായി ചേർന്നുകൊണ്ട് ഭരണം നടത്തിയില്ലല്ലോ. ഞങ്ങൾ ഏറ്റവും വലിയ സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് രാജ്യത്ത് ഭരണം നടത്തുന്ന പാർട്ടിയാണ്. നമുക്കറിയാം തൃശ്ശൂരിലൊക്കെ എങ്ങനെയാണ് ഒരു MP-യെ BJP കിട്ടിയത്. ശ്രീജിത്ത്, അങ്ങനെ കേരളത്തിൽ എല്ലായിടത്തും സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സമീപകാലത്ത് നമുക്കറിയാം BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവനകളൊക്കെ വിരളമാണ്, കുറവാണ്. പക്ഷേ അവിടെയാണ് ഈ PC ജോർജ് വീണ്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. PC BJP-ക്ക് ബാധ്യതയാകുമോ? അല്ല, ഇങ്ങനെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം ആവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം നിശ്ചയമായിട്ടും ബാധ്യതയാകുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. ഒരർത്ഥത്തിൽ നിലവിൽ അദ്ദേഹം അങ്ങനെ ബാധ്യതയായിട്ടുണ്ട് എന്ന് പറയുന്നതും ശരിയായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഒരാളിൻ്റെ തൻ്റെ അഭിപ്രായം എത്രത്തോളം വെയിറ്റ് ഉള്ളതാണ് എന്നതിനെപ്പറ്റി തിരിച്ചറിയുന്ന ഒരാൾ സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി പക്വമതിയായിട്ട് പെരുമാറുക, അനാവശ്യമായിട്ടുള്ള പ്രസ്താവനകൾ തൻ്റെ നാക്കിൽ നിന്ന് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആ ഒരു സെൽഫ് ചെക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല എങ്കിൽ ഈ രീതിയിലത്തേക്ക് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇതിലെ കേസെടുക്കുകയും എല്ലാ ആൾക്കാരെയും പിടിച്ച് ജയിലിടുകയും ചെയ്യുക എന്നൊന്നുമല്ല ഐഡിയലായിട്ട് നമ്മളൊരു ജനാധിപത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. വളരെ കൃത്യമായ രീതിയിലത്തേക്കുള്ള സംയമനം പാലിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ചർച്ചയിൽ ശ്രീ PC ജോർജ് മറ്റൊരു ചർച്ചയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള അഭിപ്രായമാണ് ഇവിടെ ശ്രീ ഷാക്കിറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതിനൊരു പാരലലുണ്ട്. കാരണം മുസ്ലിം മതവിഭാഗത്തിലുള്ള തീവ്രവാദ നിലപാടുകളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി ആ സമുദായത്തിന് മൊത്തത്തിൽ നൽകിയ PC ജോർജിനെ പോലെ തന്നെ ഒരു വിഷയത്തിലെ ഒരു വ്യക്തിയുടെ ഒരു ഉദാഹരണം വെച്ചുകൊണ്ട് RSS മുഴുവൻ വലതുപക്ഷ തീവ്രവാദ സംഘടനയാണ് എന്ന് ശ്രീ ഷാക്കിർ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഷാക്കിറും PC ജോർജും തമ്മിൽ എന്ത് വ്യത്യാസം? ഈ രണ്ട് അഭിപ്രായങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസം? ശ്രീ ഷാക്കിർ ഉപയോഗിച്ച അതേ ന്യായം വെച്ച് ഞാൻ അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കാം. ഏതാണ്ട് 4 മാസം മുമ്പ് വന്നിരിക്കുന്ന ഒരു കോടതി വിധി താങ്കൾ ഓർക്കുന്നുണ്ടാകും. തൂണേരി ഷിബിൻ വധക്കേസ്. DYFI പ്രവർത്തകനായിരുന്ന 20 വയസ്സ് പോലും പ്രായമില്ലാത്ത ഒരാളിനെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ചേർന്ന് കൊന്നു എന്നുള്ളതാണ് കേസ്. 4 മാസം മുമ്പ് വിധി വന്നപ്പോൾ അതിൽ 1/2 ഡസൻ മുസ്ലിങ്ങൾ, അതായത് മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള മുസ്ലിങ്ങൾ. അപ്പോൾ ഈ 6 പേര് മുസ്ലിം ലീഗ് പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ, ഇവരെ കോടതി ശിക്ഷിച്ചു, ജീവപര്യന്തം ശിക്ഷിച്ചു. അപ്പോൾ ആ 6 പേര് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് എന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് ഒരു തീവ്രവാദി സംഘടനയായി മാറുന്നുണ്ടോ ശ്രീ ഷാക്കിർ? താങ്കൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹരിയാനയിൽ നിന്ന് ഗുജറാത്തിലേക്കും ഗുജറാത്തിൽ നിന്ന് ഹരിയാനയിലേക്കും ഒക്കെ പോയ വ്യക്തി, അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ഈ രീതിയിലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ അതിൻ്റെ പേരിൽ RSS ഒരു തീവ്രവാദ സംഘടനയായി മാറുമെങ്കിൽ ഈ 6 പേര് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വധക്കേസ്, ആ വധക്കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയാകണ്ടേ? ആകേണ്ടതുണ്ടോ? താങ്കളുടെ ന്യായം വെച്ചാലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയല്ല, RSSും തീവ്രവാദ സംഘടനയല്ല. ഇതാണ് വ്യത്യാസം. അതായത് നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, പക്ഷേ എന്ന് കരുതി അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആൾക്കാർ തമ്മിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്കുള്ള ഒരു സ്പർദ്ധ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാൻ പാടില്ല. ഒരുപക്ഷെ ശ്രീ PC ജോർജിൻ്റെ വാക്കുകൾ എത്രത്തോളം മോശമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ആണോ സൃഷ്ടിച്ചത്, അതേ രീതിയിലത്തേക്ക് ശ്രീ ഷാക്കിറും എന്തിനാണ് പോകുന്നത്? ഒന്നുമല്ലെങ്കിലും അദ്ദേഹത്തിനെ ശരി പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയല്ലേ താങ്കൾ? അപ്പോൾ താങ്കൾ നേരിട്ടത് ചെയ്തു എന്ന് അർത്ഥമില്ല, പക്ഷേ താങ്കളുടെ സംഘടന ചെയ്തിരിക്കുമ്പോൾ താങ്കൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഏതെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വധക്കേസായിക്കോട്ടെ, അവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നിരിക്കെ, എന്നാലും ഞങ്ങളുടേതൊക്കെ വളരെ നീറ്റാണ്, മറ്റുള്ള ആൾക്കാരെല്ലാം മോശമാണ് എന്ന് പറയുകയാണ്. ഇവിടെ എന്തിനാണ് ഈ RSSനെ മറ്റുള്ള നിരോധിക്കപ്പെട്ട സംഘടനകളുമായി ചേർത്ത് തുലനം ചെയ്യുന്നത്? എന്തിനാണ്? IS പോലെയുള്ള കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, NDF പോലെയുള്ള സംഘടനകളെപ്പറ്റി പറയുമ്പോൾ, PFI പോലെയുള്ള സംഘടനകളെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ കൂടെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RSSനെയും കൂടെ കൊണ്ടുവെക്കുകയാണ്. ശ്രീ ഷാക്കിർ ഓർക്കേണ്ടത്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത്
കേന്ദ്രത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഭരിക്കുന്ന ഭരണ നേതൃത്വം നൽകുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ് RSS. ഇന്ത്യയിലുള്ള പ്രസിഡന്റ് ഉൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാരെല്ലാവരും തന്നെ RSSകാരാണ് എന്ന് പറഞ്ഞതൊരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണോ? ഗാന്ധിയുടെ വധത്തിൽ അവർക്ക് പങ്കുണ്ട് എന്ന സംശയത്തിന്റെ പേരിൽ അവരെ കുറെ കാലം നിരോധിച്ചു എന്നത് ശരിയാണ്. പക്ഷെ ആരാ നിരോധനം പിൻവലിച്ചത്? നമ്മളെല്ലാവരും ഈ സമത്വത്തിൻ്റെ, നമ്മളെല്ലാവരും ഈ സാഹോദര്യത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഒക്കെ അപ്പോസ്തലനായി പറയുന്ന പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെയല്ലേ ആ നിരോധനം എടുത്ത് മാറ്റിയത്? പിന്നീട് അവരെ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അങ്ങനെ ഉണ്ടായോ? അപ്പോൾ കപൂർ കമ്മീഷൻ പോലെയുള്ള കമ്മീഷനുകൾ ഇവിടെ പിന്നീടും ഉണ്ടായിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സമയത്ത് ഈ സംഘടന ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. നിങ്ങളത് അംഗീകരിക്കാനായിട്ട് വസ്തുതാപരമായിട്ട് തയ്യാറാണോ? അപ്പോൾ എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു വിഷയം എപ്പോഴെങ്കിലും കിട്ടിയിരിക്കുന്നത് വെച്ചുകൊണ്ട് ആ സംഘടന തീവ്രവാദ നിലപാടാണ് എന്ന് പറയുന്നു. PC ജോർജ് പറഞ്ഞത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ഇതൊരു സംഘടനയാണ്, മറ്റേതൊരു നമ്മുടെ ഈ തിരുത്തി വന്ന PC ജോർജിനെയാണ് വേണ്ടത്. അദ്ദേഹം തിരുത്തിയേക്കും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അത് അങ്ങനെ തന്നെ ആകുമെന്നും കരുതാം അല്ലേ രാഹുൽ? അല്ല, പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഓർക്കേണ്ട 2-3 കാര്യങ്ങളെ, ആരെയും കുറ്റം പറയുന്നതിലൂടെ ആരും നന്നാവുന്നില്ല, പകരം എല്ലാരെയും ചേർത്ത് നിർത്തുന്നതിലൂടെയാണ് ഐക്യം ഉണ്ടാകുന്നത്. RSSന്റെ സർസംഘ് ചാലകായിരുന്ന സുദർശൻജിയുടെ ചരിത്രത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഒരു ഈദ് ദിവസം പള്ളിയിൽ പ്രാർത്ഥന അർപ്പിക്കാം എന്ന് പറഞ്ഞ് പോകുന്ന രസകരമായ ഒരു കാഴ്ചയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി ഒരുപക്ഷെ ബാക്കി സെക്യുലറിസ്റ്റുകൾ പറയുന്നതിനേക്കാൾ ശക്തമായി എല്ലാ പള്ളിയുടെയും താഴെ ശിവലിംഗം തിരയേണ്ട, അങ്ങനെ ശിവലിംഗം തിരയുന്നവർ നേതാക്കന്മാരാകാൻ നോക്കുന്നതാണ് എന്ന് പറയുന്ന സർസംഘ് ചാലക് അടക്കം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അജ്മേർ പള്ളിയിലേക്ക് നന്നായി ചാദർ കൊടുത്തുവിടുന്ന പ്രധാനമന്ത്രി ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഇടയിലൊക്കെ തർക്കങ്ങൾ കാണും, പക്ഷെ അത് പരിഹരിക്കാൻ ഒരു ഫ്രെയിംവർക്ക് വേണം. ആ ഫ്രെയിംവർക്ക് യഥാർത്ഥത്തിൽ വലിയൊരു പരിധിവരെ കേരളമാണ്. നമ്മുടെ കേരളത്തിന്റെ നന്മ എന്താ? നമ്മുടെ മലപ്പുറം മേഖലയിൽ അടക്കമുള്ള തളി ക്ഷേത്രങ്ങളിലെ അയ്യപ്പൻ വിളക്കിന് ഏറ്റവും ഗസ്റ്റ് കൺകുളിർക്ക നമ്മൾ കാണുന്നത് പാണക്കാട് തങ്ങന്മാരെയും കുഞ്ഞാലിക്കുട്ടി സാറിനെയും ഒക്കെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് തളി ക്ഷേത്രത്തിൽ ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയത് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ വളരെ മുതിർന്ന തങ്ങൾ അദ്ദേഹമാണ് ആദ്യം എവിടെ ഓടിയെത്തുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു ഐക്യവും നന്മ ഇതാണ്. ഇതിനർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആണെന്നോ പ്രശ്നമില്ലെന്നോ ഒന്നും അല്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഇപ്പം മാർട്ടിനെ പോലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ ICC ചേരാൻ പോയ 110 പേരുണ്ടാവും, അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിൽ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതൊന്നുമില്ലെന്നല്ല. പക്ഷേ ആരെയും വിമർശിച്ചോ അല്ലെങ്കിൽ അധിക്ഷേപിച്ചോ ഏലിയനേറ്റ് ചെയ്തുകൊണ്ടോ അല്ല. നമ്മുടെ നന്മ എന്ന് പറഞ്ഞാൽ ആ ഒരുമയാണ്. ഒറ്റ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് കേരളത്തിന്റെ പൈതൃകം, ഈ ആർഷഭാരത സംസ്കാരം ആ അർത്ഥത്തിൽ ഏറ്റവും നന്നായി കേരളത്തിലാണ്. കാര്യം നമ്മുടെ പ്രധാനമന്ത്രി തന്നെ മക്കയിലെ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ പോകുമ്പോൾ ലോകത്തിലെ ഏറ്റവും സൗദി അറേബ്യക്ക് വെളിയിലുള്ള പള്ളിയായ നമ്മുടെ ചേരമൻ പെരുമാൾ പള്ളിയുടെ ഒരു ഗോൾഡ് റെപ്ലിക്കയാണ് കൊടുക്കുന്നത്. രാജ്നാഥ് സിംഗ് ജി പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ക്രിസ്ത്യാനികൾ നമ്മുടെ കേരളത്തിനാണ് ഉള്ളതെന്ന്. ജൂതന്മാർ അവരുടെ ചരിത്രത്തിൽ ആദ്യമായി വരുന്ന സ്ഥലങ്ങളിൽ ഒന്ന് നമ്മുടെ കേരളമാണ്. അപ്പൊ ഈ മതസൗഹാർദ്ദത്തിന്റെ മോഡലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഇന്ത്യയുടെയും മതസൗഹാർദ്ദ മോഡൽ അത് തന്നെയാണ്. അപ്പൊ ഇതിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ, ഇനി ആരെങ്കിലും തെറ്റ് പറഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശ ഉണ്ടാക്കിയാൽ അവരെ പറഞ്ഞ് ശരിയാക്കി മുമ്പോട്ട് പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു കൺസെൻസസ് ബിൽഡിംഗ് ആറ്റിറ്റ്യൂഡാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചില മുസ്ലിം പണ്ഡിതന്മാർ ശശികല ടീച്ചറിനെ അടക്കം ചെന്ന് കാണുകയും സൗഹൃദ സംഭാഷണമൊക്കെ നടത്തുകയും ചെയ്തു. ഇങ്ങനെയല്ലേ പുതിയ സമവായങ്ങൾ സൃഷ്ടിക്കേണ്ടത്? ഇങ്ങനെയല്ലേ പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ചും. തിരിച്ചു വരാം ഷാക്കിർ. വളരെ പെട്ടെന്ന് ശ്രീജിത്തിനും രാഹുലിനും മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് പിന്നെ ഈ RSSനെ വെള്ള പൂശുന്ന എൻ്റെ സുഹൃത്ത് രജിത് പണിക്കരുടെ കണ്ടിട്ട് സഹതാപം തോന്നുകയാണ്. RSS മഹാത്മാഗാന്ധിജിയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്നവരും അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ പ്രതിയായതുമാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഈ അടുത്ത കാലം വരെ ഏറ്റവും അടുത്ത ഉദാഹരണം എത്രയോ ആളുകളുണ്ട്. അവരെയൊക്കെ തീവ്രവാദിയാക്കാം. ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഈ പറഞ്ഞതുപോലെ PC ജോർജ് പറയുന്നത് ഈ തരത്തിൽ തന്നെയാണ്, ഈ ഭാഷയിലാണ്. സംസാരിക്കട്ടെ, പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എനിക്ക് എന്ത് ചാപ്പ് കുത്തിയാലും ഞാനിതിന് സ്വാഗതം ചെയ്യുന്നു. ചർച്ചയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആരാണ്?
ഗോഡ്സേക്ക് പ്രേരണയായത് ആരാണ്? അല്ല, അങ്ങനെ ഒരു കോടതി വിധിയുണ്ടോ? മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയുണ്ടോ? മഹാസഭക്കാരാണ്, ആർഎസ്എസ്കാരല്ല. നെഹ്റുവിനെ ആദ്യം അല്പം ചരിത്രം പഠിക്കുക, ആദ്യം ഷാക്കിർ അല്പം ചരിത്രം പഠിക്കുക, അതിനുശേഷം കോടതി വിധി മനസ്സിലാക്കാനായിട്ട് പഠിക്കുക, എന്നിട്ട് ജവഹർലാൽ നെഹ്റുവിനെ കുറ്റം പറയുക. ഹിന്ദു മഹാസഭക്കാരാണ്. ഇവർ അവസരം തന്നു. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, എന്റെ വായ കയറിയിരിക്കല്ലേ? ഷാക്കിർ പറഞ്ഞ അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടോ? ഷാക്കിറിന്റെ കയ്യിലുണ്ടോ? ഇടപെട്ടിട്ടില്ല. ഷാക്കിറിന്റെ കയ്യിൽ അങ്ങനെ ഒരു കോടതി വിധി ഉണ്ടോ? എന്റെ വാദം ഞാൻ ആവർത്തിക്കുന്നു. നിങ്ങൾ നോക്ക്, ഞാൻ RSS നിരോധിക്കപ്പെട്ട സംഘടനയിലായിരുന്നോ? ഒരു കാലത്ത് RSS നിരോധനം മാറ്റിയ നെഹ്റുവിനെ കുറ്റം പറയുന്നത്. നിരോധിച്ചത് നിരോധനം മാറ്റിയത് എന്തിനാ? നെഹ്റു എന്തിനാ നിരോധനം മാറ്റിയത്? നെഹ്റു എന്തിനാണ് നിരോധനം മാറ്റിയത്? ഞങ്ങൾ പറയുന്നത് തീവ്രവാദവും പക്ഷപാതപരമായി പെരുമാറും. ഞാൻ ഒറ്റ കാര്യം രാമക്ഷേത്രം ഉണ്ടാക്കിയ അയോധ്യയിലെ ഫൈസാബാദിൽ ഏറ്റവും കൂടുതൽ ഹൈന്ദവ ആർഎസ്എസിന്റെ നിരോധനം മാറ്റിയ ജവഹർലാൽ നെഹ്റു അത് മാറ്റിയത് എന്തിന് അദ്ദേഹത്തെ നിങ്ങൾ കുറ്റപ്പെടുത്തുമോ? പള്ളി പൊളിച്ച് പിന്നെ രാമക്ഷേത്രം ഉണ്ടാക്കുന്നത്, ആ പള്ളി പൊളിച്ച ക്ഷേത്രം ഉണ്ടാക്കിയത് ഞങ്ങൾ അംഗീകരിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികൾ ആർഎസ്എസിന്റെ നിരോധനം എടുത്തു കളഞ്ഞ നെഹ്റുവിനെ ഒന്ന് കുറ്റം പറയോ പ്ലീസ്? ഹിന്ദു മഹാസഭക്കാരാണ് ഗാന്ധിജിയെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നത്. ഷാക്കിർ ഭായ്, ഒറ്റ കാര്യം, ഹിന്ദു മഹാസഭക്കാരാണ്, RSSകാരല്ല. ഗോഡ്സെ RSS വിട്ടുപോവുകയും RSSന് വേണ്ട ശരി, നമുക്ക് ആ വിഷയം മറ്റൊരവസരത്തിൽ ചർച്ചയ്ക്കെടുക്കാം. ദയവായി എന്റെ പാനലിസ്റ്റുകൾ ക്ഷമിക്കണം. ശ്രീ CK ഷാക്കിർ, ശ്രീജിത് പണിക്കർ, ശ്രീ കൃഷ്ണദാസ്, ഒപ്പം ശ്രീ രാഹുൽ ഈശ്വർ ഈ ചർച്ചയുടെ ഭാഗമായതിന് സമയക്കുറവുണ്ട്, ദയവായി ക്ഷമിക്കണം. എന്റെ ചോദ്യം ന്യൂസ് 18ന്റെ പ്രൈം ഡിബേറ്റ് പോളിലൂടെ പ്രേക്ഷകരോട് ചോദിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു. അതിൽ PC ജോർജ് നിലപാട് മാറ്റുമോ എന്നുള്ളതായിരുന്നു. നിലപാട് മാറ്റില്ല എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ ഡിബേറ്റ് കാണാം. നമസ്കാരം.